Good morning, friends. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 11 NCERTയിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് സീക്വൻസസ് ആൻഡ് സീരീസ്. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഓഫ് +1. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഒരു സീക്വൻസ്, എന്താണ് ഒരു സീരീസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീക്വൻസ്. എസ്പെഷ്യലി നമ്മൾ ഡീൽ ചെയ്യുന്നത് AP-യും GP-യും ആണ്. AP എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്, GP എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പം എന്താണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ ഒരു സീക്വൻസ്, സീരീസ്, ഇതൊക്കെ നമ്മൾ അറിയണം. അതുകൂടാതെ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീരീസിനെ കുറിച്ചും നമ്മൾ അല്ലെങ്കിൽ സീക്വൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു സീക്വൻസ്? ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, ഒരു പെർട്ടിക്കുലർ റൂളിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതാൻ പറ്റിയാൽ വി കൻ സേ ദാറ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് എ സീക്വൻസ്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 1/2, 1/4, 1/8, 1/16 ഇങ്ങനെ പോകുന്നു വിചാരിക്കാം. യു ക്യാൻ ഒബ്സർവ് എ പാറ്റേൺ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് 2ന്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ 2, 4, 8, 16 അവിടെ നമുക്കൊരു പാറ്റേൺ കാണാം. ഇതുപോലെ ഏതെങ്കിലും ഒരു പാറ്റേണിൽ നമുക്ക് എഴുതുന്നതിനെ സീക്വൻസ് എന്ന് പറയാം. ഇവിടെ തന്നെ സീരീസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു സീക്വൻസിനാണ് നമ്മളൊരു സീരീസ് എഴുതുന്നത്. ഇതേ ടേംസിനെ തന്നെ സം ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് സീക്വൻസ്. ഇത്രയുമാണ് സീരീസ്. ഇതാണ് സീക്വൻസും സീരീസും തമ്മിലുള്ള വ്യത്യാസം. ദിസ് ഈസ് സീക്വൻസ്, അത് നമ്മൾ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. ദിസ് ഇസ് സീരീസ്, അതിനെ നമ്മൾ സം ചെയ്ത് എഴുതുന്നു. ഒരു എക്സാമ്പിളോടെ എഴുതി കാണിക്കാം. ഇപ്പോൾ 2, 4, 6, 8, 10 ഇത് നമുക്ക് നോക്കുമ്പോഴേ ഇതിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇത് തന്നെ സീക്വൻസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് if you want to write it as a series, you have to write like this: 2 + 4 + 6 + 8 + 10. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുന്ന സീരീസ്. അപ്പോൾ സീക്വൻസ്, സീരീസ്, ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ലാസ്റ്റ് ഇയർ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ ഒന്നുകൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AP-യെ കുറിച്ചാണ്. AP എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയാം. നമുക്കിപ്പോൾ ഒരു സീക്വൻസ് തന്നാൽ അത് AP ആകാം, GP ആകാം, ഇനി അതൊന്നും അല്ലാതിരിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഈ AP ആണോ, GP ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് എഴുതാണ്. 4, 8, 12, 16, 20, etc. മറ്റൊരു സീക്വൻസ് എഴുതാം. 1, 4, 8, 13, etc. ഇതൊരു സീക്വൻസ് ആണ്, ഇതൊരു AP ആണ്, ഇതൊരു AP അല്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രശ്നം? അതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ D എന്നാണ്. നമുക്കപ്പോൾ ഈ ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റിലേക്ക് നോക്കുക കേട്ടോ. 8 - 4, 4, 12 - 8, 4, 16 - 12, 4, 20 - 16, 4. എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ കോമൺ ഡിഫറൻസ്. പക്ഷെ സെക്കൻഡ് സീക്വൻസിലേക്ക് വരിക, അവിടെ 1നും 4നും ഇടയിൽ 3 ആണ്, 4നും 8നും ഇടയിൽ 4 ആണ്, 8നും 13നും ഇടയിൽ 5 ആണ്. ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ കോമൺ ഡിഫറൻസ് എന്നൊരു കാര്യത്തിലേക്ക് അത് വരാത്തത് കൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പം അരിത്മെറ്റിക് പ്രോഗ്രഷനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ, അതായത് SSLCയിലും CBSEയിലും ഉണ്ടായിരുന്നു. ഇപ്പം ഒരു സീക്വൻസ് തന്നിട്ട് അത് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ 3, 6, 9, 12 ഇതൊരു AP ആണ്, കാരണം അതിന്റെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് 3. അപ്പോൾ ഈ ഡിഫറൻസ് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് പറയാം. നിങ്ങളൊന്ന് പോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് തന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിന്റെ ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിധം. ഇപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസിനെ കുറിച്ച് മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് മുന്നേ എടുത്ത സീക്വൻസ് തന്നെ എടുക്കാം. 4, 8, 12, 16, 20. ഇവിടെ നമ്മൾ എക്സെട്ര കാണിച്ചിരിക്കുന്നത് ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് മുന്നോട്ട് എഴുതാം, ശരിയാണോ? നിങ്ങൾക്ക് അതിന്റെ ആ ഒരു റൂൾ വെച്ച് യു ക്യാൻ റൈറ്റ്. സോ ഇവിടെ 4 എന്ന് പറയുന്നത്, ഈ 4 എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് ടേം. ഇനി നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് എടുക്കാനായിട്ട് ഈ ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എ ഓർ A1 എന്നാണ്. രണ്ട് രീതിയിലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം, എയ്തർ എ ഓർ A1. ഇപ്പൊ ഞാനിവിടെ A1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം A2, നെക്സ്റ്റ് ടേം തേർഡ് ടേം A3, then A4, A5. അപ്പോൾ ഇൻ ജനറൽ വി ക്യാൻ സേ ദിസ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ആൻ AP. A1, A2, A3, A4 ഇങ്ങനെ കോമ ആയിട്ട് എഴുതുന്നതാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓരോ ടേംസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫസ്റ്റ് ടേം ഇസ് കോൾഡ് A1, then A2, A3, A4 അങ്ങനെ പോകുന്നു. ഇനി ഞാൻ മുന്നേ പറഞ്ഞ കോമൺ ഡിഫറൻസിലേക്കാണ് അടുത്തത് നമ്മൾ വരുന്നത്. ആദ്യം നമ്മൾ എഴുതാൻ പഠിച്ചു, ടേംസ് പഠിച്ചു. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D ആണ് അതിന്റെ റെപ്രസെന്റിംഗ് ലെറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്ന് പറയുന്നത് A2 മൈനസ് A1. A2 മൈനസ് A1 തന്നെ ആവണമെന്നത് നിർബന്ധമില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് നമുക്കതിനെ പറയാം. കാരണം എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ്, കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതൊരു കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഏത് രണ്ട് ടേംസിനിടയിലുള്ള ഡിഫറൻസ് നോക്കിയാലും അത് D ആയിരിക്കണം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ A5 മൈനസ് A4 എടുത്താലും 4 തന്നെ കിട്ടുള്ളൂ. അപ്പം എല്ലായിടത്തും നിങ്ങൾക്ക് 4 തന്നെ കിട്ടത്തുള്ളൂ. അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരിക്കണം. അതിന് മാറ്റം വരാൻ പാടില്ല. അടുത്തടുത്ത രണ്ട് ടേംസ് ആയിരിക്കണം. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇവിടെ തന്നെ കുട്ടികൾ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഇങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ കിട്ടുമ്പോൾ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് A2 മൈനസ് A1 എടുക്കാൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് ചിലപ്പോൾ സീക്വൻസ് നമുക്ക് റിവേഴ്സിലായിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ 10, 7, 4, 1 എക്സെട്ര ഈ സീക്വൻസ് ആയിരിക്കും കിട്ടുക. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് പറയാൻ നമുക്ക് തോന്നുക 3 എന്നായിരിക്കും. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എപ്പോഴും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കാവുള്ളൂ. അപ്പൊ ഇവിടത്തെ A1 എന്ന് പറയുന്നത് 10ഉം A2 എന്ന് പറയുന്നത് 7ഉമാണ്. അപ്പൊ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് A2 മൈനസ് A1 എന്ന് തന്നെ എടുക്കണം. ദാറ്റ് ഈസ് 7 മൈനസ് 10 മൈനസ് 3 എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ വരേണ്ടത്. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കണം, ബിക്കോസ് ഇത് എപ്പോഴും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാം? ഇതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. ഓർത്തിരിക്കുക, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഒന്ന് ഫസ്റ്റ് ടേം, രണ്ടാമത്തേത് കോമൺ ഡിഫറൻസ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാനൊരു സീക്വൻസ് വരെയാണ്. ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. നമുക്ക് 4 ഇപ്പോൾ ഓൾറെഡി ഒത്തിരി തവണ എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ആണ്. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് പറയുമ്പോൾ ഒരാൾ എഴുതും 2, 4, 6, 8, 10. ശരിയല്ലേ? കോമൺ ഡിഫറൻസ് 2 അല്ലേ? വേറൊരാൾ എഴുതുന്നു 1, 3, 5, 7, 9. വേറൊരാൾക്ക് എഴുതാൻ തുടങ്ങിയത് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നായിരുന്നു, 10, 12, 14. ഇങ്ങനെ പല സീക്വൻസസ് നമുക്ക് പോസിബിൾ ആണ്, D മാത്രം പറഞ്ഞാൽ. അതേസമയം A is equal to 3 എന്നും D is equal to 2 എന്നും പറയുകയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഒരു സീക്വൻസേ ഉള്ളൂ. ഫസ്റ്റ് ടേം നിങ്ങൾ 3 എഴുതി, അടുത്ത ടേം കിട്ടാൻ 2 ആഡ് ചെയ്തു അല്ലേ? 5, then 7, then 9 ഇങ്ങനെ നമുക്ക് എഴുതി പോവാം. അപ്പോൾ ഒരു AP നമുക്ക് പ്രോപ്പറായി കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ടാളുകൾ വേണം. ഒന്ന് ഫസ്റ്റ് ടേം, സെക്കൻഡ് വൺ ഇസ് കോമൺ ഡിഫറൻസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിച്ചു. അതിന്റെ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഇനി ഒരു അരിത്മെറ്റിക്സ് പ്രോഗ്രഷനെ എങ്ങനെയാണ് നമുക്കൊന്ന് ഇൻ ജനറൽ എഴുതാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് നമുക്ക് ഏറ്റവും എളുപ്പം ഒരു സീക്വൻസ് തന്നെ ആദ്യം എടുക്കാം. 2, 3 2, 5, 8, 11 എക്സെട്ര. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആയിരുന്നു. 2ന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി അതിന്റെ കൂടെ, അതായത് ഈ 2 + 3യുടെ കൂടെ ഒന്നുകൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടി. അതിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന 2 + 3 + 3യുടെ കൂടെ ഒന്നുകൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്കാം. A1നെ നമുക്ക് എ എന്ന് പറയാം. എയുടെ കൂടെ രണ്ടാമത്തെ തവണ നമ്മൾ എന്താ ചെയ്തെന്ന് നോക്കി. എയുടെ കൂടെ അതിനെ A + D ആക്കി, ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. രണ്ടാമത്തേതിലേക്ക് വന്നപ്പം A + D + D ആയി, രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. മൂന്നാമത്തേതിലേക്ക് വരുമ്പം A + D + D, മൂന്ന് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അപ്പൊ നമുക്കിതിനെ ഇനി ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയാൽ A + D, ഇവിടെ നമുക്കിത് A + 2D ആക്കാം, ഇവിടെ A + 3D ആക്കാം. ഇതാണ് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ മുന്നോട്ട് പോകുന്ന വിധം. ആദ്യത്തെ ടേം A, രണ്ടാമത്തെ ടേം A + D, മൂന്നാമത്തെ ടേം A + 2D, നാലാമത്തെ ടേം A + 3D. ഇത് നിങ്ങളൊന്ന് പ്രത്യേകം ഓർക്കണം. ഞാൻ അതിന്റെ താഴെ ടേംസ് കൂടെ എഴുതിയേക്കാം. A1, A2, A3, A4. ഇങ്ങനെയാണ് ഈ സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ പ്രൊസീഡ് ചെയ്യുന്ന ഒരു വിധമാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ടേക്ക് യുവർ ടൈം. ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് എക്സസൈസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സസൈസ് 9.1ലെ ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 1 to 6. അപ്പൊ നമുക്കവിടെ നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിരുന്നു, നമുക്കതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഹൗ ടു റെപ്രസെന്റ് ആൻ AP എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ആ റെപ്രസെന്റേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് AN എന്ന് പറയുന്ന ഒരു ജനറൽ ടേം ആണ് തന്നിരിക്കുന്നത്. അത് N × N + 2 ആണ്. ഇത് നിങ്ങൾ ലാസ്റ്റ് ഇയർ എഴുതാൻ പഠിച്ചാണ്, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. 2, 4, 6, 8 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ജനറൽ എഴുതാം? AN എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഇത് ഒന്നുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. A + N - 1 × D ആണ്. അത് വെച്ച് നമ്മൾ പറയുമ്പോൾ 2 + N - 1 × ഇവിടുത്തെ Dയും 2 തന്നെ, 2 + 2n - 2, അപ്പോൾ 2n എന്ന് കിട്ടും. ANന്റെ ജനറൽ ഫോർമുല 2n എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്കൊരു ജനറൽ ഫോർമുല തന്നിരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നത്. AN = N × N + 2. അപ്പോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മളോട് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 ടേംസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഒപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും തുറന്നു വെക്കാം. 5 ടേംസ് എഴുതാനായിട്ട് ഇത് ANന്റെ ഇക്വേഷൻ ആണ്. ഇഫ് യു വോണ്ട് ടു ഫൈൻഡ് A1, N-നെ നമ്മൾ 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതായത് 1 × 1 + 2. N-ന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ നമുക്ക് 1 × 3 എന്ന് എഴുതാം. അതായത് 3 തന്നെ. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 1 × 3, 3. ഇനി A2 എന്ന് പറയുന്നത് ഇപ്പം N-നെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? 2 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. 2 × 2 + 2 എന്ന് പറഞ്ഞാൽ 2 + 2 4 ആണ്. 2 × 4 8 എന്ന് നമുക്ക് കിട്ടി. അടുത്തത് A3 എന്ന് പറയുന്നത് 3 × 3 + 2. 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 3 × 5 15 എന്ന് നമുക്ക് കിട്ടി. അടുത്തത് A4 is 4 × 4 + 2, 4 + 2 6, 6 × 4 24 എന്ന് നമുക്ക് കിട്ടി. അടുത്തത് A5 എന്ന് പറയുന്നത് 5 × 5 + 2, 5 + 2 10, 5 × 10 എന്ന് പറയുന്നത് 50. അപ്പൊ നമുക്കിവിടെ ആ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളോട് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ എനിക്കെപ്പോഴും പ്രിഫറബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കോമ ആയിട്ട് എഴുതുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. സീക്വൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ എഴുതിയാൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരെ എഴുതി നിർത്താം. ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം.
Question number 2. Exercise 9.1 questions ആണ് കേട്ടോ. Question number 2. അവിടെ n ആയിട്ട് തന്നിരിക്കുന്നത് n by n plus 1 ആണ്. n by n plus 1. സിമിലർ വേയിൽ നിങ്ങൾക്ക് ചെയ്യാം. a1 എന്ന് പറയുന്നത് 1 by 1 plus 1, 1 by 2. a2 എന്ന് പറയുന്നത് 2 by 2 plus 1, 2 by 3. a3 എന്ന് പറയുന്നത് 3 by 3 plus 1, 3 by 4. a4 എന്ന് പറയുന്നത് 4 by 4 plus 1, 4 by 5. a5 എന്ന് പറയുന്നത് 5 by 5 plus 1, 5 by 6. ഇതാണ് 5 ടേംസ്. വേണമെങ്കിൽ ഒന്ന് കോമായിട്ട് എഴുതാം നമുക്ക്. 1 by 2, 2 by 3, 3 by 4, 4 by 5, 5 by 6. അപ്പോൾ നമ്മൾ ഇവിടെ സീക്വൻസിനെ കുറിച്ചാണ് മേജർലി പറയുന്നത്. അരിത്മെറ്റിക് പ്രോഗ്രഷനിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് സീക്വൻസിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷനിലേക്ക് വരാം. അവിടെ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം ജസ്റ്റ് AP ഒന്ന് പറഞ്ഞതേ ഉള്ളേ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ an is equal to 2 raised to n. an is equal to 2 raised to n എന്ന് പറയുമ്പോൾ a1 എന്ന് പറയുന്നത് 2 raised to 1, 2. a2 എന്ന് പറയുന്നത് 2 raised to 2, 4. a3 എന്ന് പറയുന്നത് 2 raised to 3, 8. 2 into 2 into 2, 8. a4 എന്ന് പറയുന്നത് 2 raised to 4, 16. a5 എന്ന് പറയുന്നത് 2 raised to 5, 32. അപ്പോൾ 2, 4, 8, 16, 32 ഇങ്ങനെയാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 എനിക്ക് പ്രിന്റഡ് അല്ല, നോക്കട്ടെ. 2n minus 3 by 6. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ an is equal to 2n minus 3 by 6. നിങ്ങൾക്ക് ഇതൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. a1 എന്ന് പറയുന്നത് 2 into 1 minus 3 by 6, അതായത് 2 minus 3 by 6 minus 1 by 6. a2 എന്ന് പറയുന്നത് 2 into 2 minus 3 by 6, അതായത് 4 minus 3 by 6 equal to 1 by 6. a3 എന്ന് പറയുന്നത് 2 into 3 minus 3 by 6, അതായത് 6 minus 3 by 6, again 3 by 6. a4 എന്ന് പറയുന്നത് 2 into 4 minus 3 by 6, 8 minus 3 by 6, 5 by 6. a5 എന്ന് പറയുന്നത് 2 into 5 minus 3 by 6, 10 minus 3 by 6 equal to 7 by 6. അപ്പോൾ സീക്വൻസ് നമുക്കിവിടെ മേളിൽ എഴുതാണേ. -1 by 6, 1 by 6, 3 by 6, 5 by 6, 7 by 6. ഇതൊരു AP ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. ഡിവിഷൻ ഒക്കെ ഉള്ളതാണല്ലോ. ഇതൊരു AP ആണ്, അതിന്റെ കോമൺ ഡിഫറൻസ് തന്നെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. യു ഹാവ് ടു ഗെറ്റ് 2 by 6 കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇങ്ങനെയാണ്. an is equal to -1 the whole raised to n minus 1 into 5 raised to n plus 1. നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് എഴുതണമെന്നേ ഉള്ളേ. ഇത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കണേ ചെയ്യാം. എന്നിട്ട് യു ക്യാൻ ക്രോസ് ചെക്ക്. a1 എന്ന് പറയുന്നത് -1 raised to 1 minus 1, 5 raised to 1 plus 1 എന്ന് പറഞ്ഞാൽ a raised to 1 minus 1 raised to 0 into 5 square എന്ന് പറഞ്ഞാൽ എന്താണ് -1 raised to 0? അത് എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എനി നമ്പർ raised to 0 is 1, അതൊന്ന് ഓർത്തിരിക്കുക. into 25 എന്ന് വരും. സോ ദ ആൻസർ is 25. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a2 is equal to -1 raised to 2 minus 1. അവിടെ നമുക്ക് n-ന്റെ സ്ഥാനത്ത് 2 കൊടുത്ത് 2 minus 1 into 5 raised to 2 plus 1. അപ്പോൾ -1 raised to 1 എന്ന് വരും. -1ന്റെ ഓഡ് പവേഴ്സ് എല്ലാം -1 തന്നെ. സോ -1 into 25 square. 25 square എന്ന് ഓക്കെ, ഞാനിപ്പം അങ്ങനെ തന്നെ എഴുതുവാണേ. 25 square നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ യു ക്യാൻ ഡു സോ. അപ്പൊ ഇവിടെ -25 square എന്നാണ് ഇത് വരിക. -1 into 25 square -25 square. ഇവിടെ ബ്രാക്കറ്റ് ഇടരുത്. ബ്രാക്കറ്റ് ഇട്ടാൽ ഹോൾ സ്ക്വയർ എന്നുള്ളൊരു മീനിങ് വരും. അതുകൊണ്ടാണ് ഞാൻ മൈനസ് മാറ്റി എഴുതിയിരിക്കുന്നത്. 25 square എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ -625 ആണ്. അതൊന്ന് ഓർത്തേക്കാം. ഇനി നമുക്ക് a3 ഒന്ന് എഴുതാം. a3 എന്ന് പറയുന്നത് -1 raised to 3 minus 1, 5 raised to 3 plus 1.
അപ്പൊ എന്ത് വന്നു? -1 സ്ക്വയർ എന്നാണ് വരുന്നത്. -1 സ്ക്വയർ എന്ന് പറയുന്നത് -1ന്റെ ഈവൻ പവേഴ്സ് എല്ലാം 1 തന്നെയാണ്. -1 raised to an odd number is -1. -1 raised to an even number is 1. ഈ കാര്യം മറന്നു പോകാതെ ഒന്ന് സൈഡിൽ എഴുതി വെക്കാം. അതുപോലെ എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ A3 ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. A3 എന്ന് പറയുന്നത് -1 raised to 3 - 1, അവിടെ -1 raised to 2 ആകും. സോ ദാറ്റ് ഈസ് +1. ദെൻ ഇത് സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോറി, ഇത് 5ന്റെ ക്യൂബ് ആയിരുന്നു. ഞാൻ 25 സ്ക്വയർ എന്ന് എഴുതിയത്, അത് ഇവിടെ കണ്ടിട്ട് എഴുതിയതാട്ടോ. സോറി, ഇവിടെ 5 ക്യൂബ് എന്ന് വരുവേ. ഇവിടെ 5 raised to 4 എന്ന് വരും. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ -5 ക്യൂബ്. 5ന്റെ ക്യൂബ് -125 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. ഇവിടെയും യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഒരു സ്റ്റെപ്പ് ഒന്ന് എക്സ്ട്രാ എഴുതുവാണെങ്കിൽ 1 × 5 സ്ക്വയർ ഈക്വൽ ടു 1 × 25. വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ എഴുതി നിർത്താം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വരെ -125 വരെ കൊണ്ടുപോകാം. 4 ഒക്കെ വരുമ്പോൾ ഇത്തിരി പാടാണ് എടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. അപ്പൊ ഇവിടെ +5 raised to 4 ആണ്. അത് നിങ്ങൾക്ക് എത്രയാണെന്ന് നോക്കാം. ഐ തിങ്ക് 625. ഓക്കെ. ഇനി A4 എന്ന് പറയുന്നത് -1 raised to 4 - 1, 5 raised to 4 + 1. ഇവിടെ again -1 raised to 3 എന്നാണ് വരുന്നത്. The answer is -1 × 5 raised to 5. സോ -5 raised to 5 എന്നാണ് വരിക. അവിടെയും നമ്മൾ ഹോൾ റേസ് ടു എന്ന് ഇടരുത്, അന്നേരം മൈനസ് പോവും. മൈനസ് ചിലപ്പോൾ പോവും. അവിടെ മൈനസ് പോവില്ല, പിന്നെ കുഴപ്പമില്ല. മറ്റ് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ സംഭവിക്കും, അതുകൊണ്ടാണ്. -1 raised to 5 - 1, A5. 5 raised to 5 + 1 ഈക്വൽ ടു -1 raised to 4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് അഗെയിൻ an even number. സോ -1 + 1 ആവുന്നു × 5 raised to 6. സോ ദി ആൻസർ ഈസ് 5 raised to 6. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഓർഡറിൽ എഴുതിയാൽ നമുക്ക് ഇവിടെ ഒന്ന് അപ്പ് ചെയ്തിട്ട് എഴുതാം. നമുക്കിതിനെ ഒന്ന് ഓർഡറിൽ എഴുതിയാൽ ഇങ്ങനെ എഴുതാം: 5 സ്ക്വയർ, -5 ക്യൂബ്, 5 raised to 4, -5 raised to 5, 5 raised to 6. ഇതാണ് 5 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു 1 to 6 5 ആയുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതൊന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് പറയുന്നത്. an is equal to n × n² + 5 / 4. n × നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം കേട്ടോ. ബ്രാക്കറ്റ് ഇട്ടാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും ക്വസ്റ്റ്യൻ. n × n² + 5 / 4. അപ്പോൾ നമുക്ക് A1 എടുക്കാം. A1 എന്ന് പറയുന്നത് 1 × 1² + 5 / 4 എന്ന് പറഞ്ഞാൽ 1 × 1 + 5 6, 6/4. 1 × 6/4 എന്ന് പറയുന്നത് 6/4 തന്നെ. A2 എന്ന് പറയുന്നത് 2 × 2² + 5 / 4. അപ്പോൾ എന്ത് വരും? 2 × 2² എന്ന് പറയുന്നത് 4 ആണ്. 4 + 5 9, 9/4. 2 × 9/5 എന്ന് പറഞ്ഞാലോ 18/5. അപ്പം A2 നമുക്ക് കിട്ടി. അടുത്ത നമുക്ക് A3 എടുക്കാം. A3 എന്ന് പറയുന്നത് 3 × 3² + 5 / 4 ആണ്. അപ്പോ 3 × 9 + 5 / 4. 9 + 5 എന്ന് പറയുന്നത് 14, 14/4. അപ്പോ 3 × 14/4. ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് 7/2 ആക്കാം. അപ്പോൾ 3 × 7 21, 21/2 എന്ന് നമുക്ക് കിട്ടും. A3 നമുക്ക് കിട്ടി 21/2. A4 എന്ന് പറയുന്നത് 4 × 4² + 5 എന്ന് വരും /4. ഈ 4ഉം 4ഉം നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ദെൻ 4² + 5 എന്ന് പറയുമ്പോൾ 16 + 5 21 എന്ന് കിട്ടും. നെക്സ്റ്റ് A5 നമുക്ക് എടുക്കണം. A5 എന്ന് പറയുന്നത് 5 × 5² + 5 / 4. അതായത് 5² എന്ന് പറയുന്നത് 25 + 5 30, 30/4. 30/4 യു ക്യാൻ റൈറ്റ് ആസ് 15/2.
15 into 5 എന്ന് പറയുന്നത് 75, 75/2. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ടേംസ്. ഒന്ന് 3/2, അടുത്തത് അടുത്തൊരു ചെറിയ മിസ്റ്റേക്ക് ആണെന്നുള്ളൂ. ഒന്ന് നോക്കട്ടെ, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. സ്പീഡിൽ എഴുതി വന്നപ്പോൾ പറ്റിയൊരു തെറ്റായിരുന്നേ. ഇതിനെ നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യാമായിരുന്നു. സോറി, 3/2 ആക്കാം. ദെൻ ഇവിടെ ഡിവിഷനിൽ 4 ആയിരുന്നു, അറിയാണ്ട് ചെയ്തു വന്നപ്പോൾ 5 ആയിപ്പോയി കേട്ടോ. സോറി, 4 ഇടാം. ഈ 4ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 2 എന്ന് എഴുതാം. 18/5 അല്ല, പകരം 9/2 എന്നാണ് ആൻസർ വരുന്നത്. സോറി കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എന്താണ് ഈ 6 ക്വസ്റ്റ്യനോട് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇവിടെ നമുക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ജനറൽ എക്സ്പ്രഷനിൽ നിന്ന് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ സീക്വൻസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിത് ചെയ്തത്. ഇനി നമ്മൾ 7 to 10 നോക്കുകയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഇൻഡിക്കേറ്റഡ് ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടേംസ് കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. an is equal to 4n minus 3. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. an is equal to 4n minus 3. We have to find a17 as well as a24. നമുക്ക് a17ലേക്ക് വരാം. a17ൽ നമ്മൾ n-ന്റെ അവിടെ 17 ഇട്ടു, അത് മാത്രമാണ് വ്യത്യാസം. അതായത് 4 into 17 minus 3. 4 into 17 28 ശേഷം 2 68 minus 3 65. അപ്പോൾ a17 നമുക്ക് കിട്ടി. a17 is 65. അവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, n-ന്റെ സ്ഥാനത്ത് നമ്മൾ 17 എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഇനി നമുക്ക് a24 എടുക്കണം. a24 എന്ന് പറയുന്നത് 4 into 24 minus 3. 4 into 24 എന്ന് പറയുന്നത് 96 minus 3. ആൻസർ ഈസ് 93. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ടേംസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ n-ന് എന്താണോ ആ വാല്യൂ അതിട്ട് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് an is equal to n square divided by 2 raised to n. കണ്ടുപിടിക്കേണ്ടത് a7 ആണ്. a7 എന്ന് പറയുമ്പോൾ 7 square by 2 raised to 7. കറക്റ്റ് അല്ലേ? 7 square by 2 raised to 7. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ്. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49, പിന്നെ 2 raised to 5 32 ആണ്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 64ഉം 128. അപ്പോൾ 49/128. കട്ട് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു. അപ്പം 49/128 എന്നാണ് നമുക്ക് കിട്ടുക. ഇൻഡിക്കേറ്റഡ് ടേംസ് കണ്ടുപിടിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ a7 ആണ് നമ്മുടെ ചോദ്യം. n-ന് 7 എന്നുള്ള വാല്യൂ റീപ്ലേസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ നമുക്ക് കാണുന്നത് -1 raised to n minus 1 into n cube ആണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് a raised to 9. അപ്പോൾ a raised to 9 നമുക്ക് എങ്ങനെ എടുക്കാം? a raised to 9 കിട്ടാനായിട്ട് n-ന്റെ സ്ഥാനത്ത് നിങ്ങൾ 9 ആക്കുക. -1 raised to 9 minus 1 into 9 cube. അത് വിട്ടു പോരുത്, 9 cube. അപ്പോൾ നമുക്ക് -1 raised to 8 into 9 cube എന്ന് കിട്ടും. -1 raised to 8 ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ഓർക്കുക. -1 raised to an even power. അപ്പോൾ 1 തന്നെ into 9 cube. 9 cube നമുക്ക് 9ന്റെ സ്ക്വയർ 81. 81 into 9 729. അപ്പോൾ 9th ക്വസ്റ്റ്യൻ ആൻസർ 729. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനും സിമിലർ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. a raised to n is equal to n into n minus 2 divided by n plus 3. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ പോസ്റ്റ് ദ വീഡിയോ ദെയർ, ദെൻ ഡു ദ പ്രോബ്ലം ബൈ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ തറവാകുകയും ചെയ്യും കേട്ടോ. സോ an is equal to n into n minus 2 by n plus 3. അവിടെ a20 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. a20 എന്ന് പറയുമ്പോൾ we have to replace n by 20. അവിടെ 20 into 20 minus 2 divided by 20 plus 3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 20 into 18 by 23. 18 into 2 എന്ന് പറയുന്നത് 36. അപ്പോൾ 360 by 23. ഇതാണ് a20. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ടേമും an തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 11 to 14.
11 to 14 നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമുക്ക് കുറച്ച് ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മളൊരു സീരീസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരാൾ ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരികയാണെങ്കിൽ വി ആർ പ്രൊവൈഡഡ് വിത്ത് A1 is equal to 3. A1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. ഇനി ANന്റെ ഒരു ജനറൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് 3an-1 plus 2 for all n greater than 1. അപ്പോൾ ഇതിനെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ടേം 3 ആണ്, അതിന് മാറ്റമില്ല, അത് ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഇനി എന്നിന്റെ വാല്യൂ 1ന് മുകളിലായിരിക്കുമ്പോൾ, 1 ആയിരിക്കുമ്പോഴല്ല 1ന്റെ മുകളിൽ, 1ന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ 2 തൊട്ടാണ് ചാൻസ് വരുന്നത്. അപ്പം A2, A3, A4 ഒക്കെ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടേം 3 ആണ്, അത് ഫിക്സ്ഡ് ആണ്, അതിന് മാറ്റമില്ല. എന്നിന്റെ വാല്യൂ 1 കഴിഞ്ഞിട്ട് മേളിലേക്ക് 2, 3 എല്ലാം ആകുമ്പോൾ അവിടെയാണ് ഈ ഫോർമുല വാലിഡ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോൺസ്ട്രെയിന്റ് അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇനി AN നമുക്ക് A2 തൊട്ടാണ് എടുക്കാൻ പറ്റുക. A2 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 5 ടേംസ് ആണ് എഴുതുന്നത് കേട്ടോ. A2 എന്ന് പറയുന്നത് 3A2 - 1 plus 2. അപ്പോൾ എങ്ങനെ വന്നു? 3A2 - 1 എന്ന് പറഞ്ഞാൽ A1 അല്ല A1 plus 2. A1 നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് 3. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3 × 3 + 2 9 + 2 11. മനസ്സിലായോ നോക്കാം. ഇവിടെ n-1th ടേം ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 - 1, അപ്പം A1 ഫസ്റ്റ് ടേം ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് 1, 2 എന്നോട് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ മാറുമെന്ന് തോന്നുന്നു. A3 എന്ന് പറയുന്നത് 3A3 - 1 + 2 എന്ന് പറഞ്ഞാൽ 3A2 + 2. A2 എന്ന് പറയുന്നത് 11 ആണ്. സോ 3 × 11 + 2 33 + 2 35. അടുത്തത് A4 എന്ന് പറയുന്നത് 3A4 - 1 + 2 3A3 + 2 3 × 35 + 2 107. The 35 105 + 2 107. Yes. അടുത്ത വരുന്നത് A5 ലാസ്റ്റ് ടേം. A5 എന്ന് പറയുന്നത് 3A5 - 1 + 2 3A4 + 2. A4 എന്ന് പറയുന്നത് 107 ആണ്. അപ്പൊ 3 × 107 + 2 3 × 107 എന്ന് പറയുമ്പോൾ 321 + 2 323. ഇതാണ് ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ അവിടെ എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. അത്ര ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് വരാം. പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് അവിടെ A1 നമുക്ക് ഫിക്സ്ഡ് ആണ്. A1 - 1 മാറ്റാൻ പറ്റില്ല. A⁻n എന്ന് പറയുന്നത് A⁻n-1/n ആണ്. ഫോർ n greater than or equal to 2. അപ്പൊ കണ്ടോ, 1 ആയിരിക്കുമ്പോൾ n 1 ആയിരിക്കുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് ആണ്, തന്നിട്ടുണ്ട്. A1ന് മാറ്റമില്ല. A1 is -1. ഇത് മാറ്റാൻ പറ്റില്ല. അതേസമയം n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2ഓ അതിന്റെ മേളിലേക്കോ ആകുമ്പോൾ ഈ ഒരു ഫോർമുല വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് A2 എന്ന് എടുക്കാം. A2 is equal to A2 അല്ല A2 - 1/2 എന്ന് പറഞ്ഞാൽ A1/2. A1 നമുക്കറിയാം -1 ആണ്. സോ -1/2. അടുത്തത് നമുക്ക് A3 എടുക്കാം. A3 എന്ന് പറയുന്നത് A3 - 1/2, അതായത് A2/2. A2 നമുക്കറിയാം -1/2 ആണ്. അതേ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ -1/4. അടുത്തത് A4 നമുക്ക് എടുക്കാം. A4 - 1/2 A3/2. A3 - 1/4 ആണ്. അതേ ബൈ 2 എന്ന് പറഞ്ഞാൽ -1/8. നെക്സ്റ്റ് A5 എടുക്കണം. A5 - 1/2 A4/2. A4 എന്ന് പറയുന്നത് -1/8 ആണ്. അതേ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ -1/16. So these are the first 5 terms of the sequence. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. So
സോറി, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയി. ഇത് നിങ്ങളൊരു അഡീഷണൽ ക്വസ്റ്റൻ ആയിട്ട് എഴുതിക്കൊള്ളുക. ഇവിടെ ഡിവൈഡഡ് ബൈ n അല്ല, ഡിവൈഡഡ് ബൈ 2ന്റെ പ്രോബ്ലം ആണ് ഞാൻ ചെയ്തത്. n ആവുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ചെയ്യാം. അത് പ്രോബ്ലം മാറിപ്പോയതാണ്, അത് നമ്മൾ n കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി. 12th ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ ചെയ്യാം. മറ്റേത് ഡിവൈഡഡ് ബൈ 2 ഇട്ടോളൂ കേട്ടോ, അതൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെച്ചോളൂ. ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ A1 ഫിക്സ്ഡ് ആണ്, A1 is -1. ബൈ n കൊടുത്തില്ല, ബൈ 2 കൊടുത്താണ് ഞാൻ പോകുന്നത്. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, സോറി. സോ A1 is fixed, A1 is -1. A2 എന്ന് പറയുന്നത് പറഞ്ഞ പോലെ A1 by 2 അല്ലെങ്കിൽ A2 minus 1 by 2 എന്ന് എഴുതി കേട്ടോ, ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതിയാലും കുഴപ്പമില്ല. A2 minus 1 by 2, A1 by 2. A1 by 2 എന്ന് പറയുന്നത് -1 by 2. ഓക്കെ, വെരി ഗുഡ്. Now A3 എന്ന് പറയുന്നത് A3 minus 1 by 2, A3 minus 1 by 3. So A2 by 3. A2 എന്ന് പറയുന്നത് -1 by 2 by 3 minus 1 by 6. Now A4 എന്ന് പറയുന്നത് A4 minus 1 by 4, A3 by 4. A3 എന്ന് പറയുന്നത് -1 by 6 by 4 എന്ന് പറയുന്നത് -1 by 24. A5 എന്ന് പറയുന്നത് A5 minus 1 by 5, A4 by 5. A4 എന്ന് പറയുന്നത് -1 by 24 by 5 minus 1 by 120. മുന്നത്തെ ക്വസ്റ്റ്യനുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ ചെയ്തപ്പം ബൈ 2 ഇട്ടാണ് ചെയ്തു പോകുന്നത്. അത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ശ്രദ്ധിച്ചില്ല, സോറി. ഡിവൈഡഡ് ബൈ n ആയിരുന്നു, n ഇട്ട് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ദ സീക്വൻസ്. നോട്ട് ചെയ്യാം കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ അവിടെ A1ഉം A2ഉം നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടും 2 ആണ്. ഇനി an-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, an is equal to an minus 1 minus 1. an minus 1 minus 1 എപ്പോഴാണ്? when n greater than 2. അപ്പം A1ന് മാറ്റമില്ല, 2 ആണ്. A2ന് മാറ്റമില്ല, 2 ആണ്. ഇനി A3 എടുക്കാൻ, n-ന്റെ വാല്യൂ 2ൽ കൂടുതലാകുമ്പോൾ എന്ന് പറയുമ്പോൾ 3 ആണ് അടുത്ത ഓപ്ഷൻ. അവിടെ മുതൽ വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. നമുക്കൊന്ന് എടുത്ത് നോക്കാം. A3 എന്ന് പറയുന്നത് A3 minus 1 minus 1 എന്ന് പറഞ്ഞാൽ A2 minus 1. A2 2 ആണ്, 2 minus 1 എന്ന് പറയുന്നത് 1. A4 എടുത്ത് നോക്കാം. A4 minus 1 minus 1. A3 minus 1. A3 എന്ന് പറയുന്നത് 1 ആണ്, 1 minus 1 എന്ന് പറയുന്നത് 0. A5 എന്ന് പറഞ്ഞാൽ A5 minus 1 minus 5. A4 minus 1. A4 എന്ന് പറയുന്നത് 0. 0 minus 1 is minus 1. So these are the first 5 terms. 2, 2, 1, 0, minus 1. നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് വരുമ്പോൾ അവിടെ ഫിബൊനാച്ചി സീക്വൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 is equal to A1 equal to A2. Then AN is equal to AN minus 1 plus N minus 2 for n greater than 2. അപ്പോൾ ഫസ്റ്റ് രണ്ട് ടേംസിലും ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കിട്ടാൻ n greater than 2 എന്ന് പറയുമ്പോൾ n is equal to 3. A3 കിട്ടാനായിട്ട് an minus 1, A3 minus 1 plus A3 minus 2 എന്ന് പറയുമ്പോൾ A2 plus A1 ആണ് വരിക. A2 plus A1 എന്ന് പറയുമ്പോൾ 1 plus 1 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ A3 കിട്ടി. A3 എന്ന് പറയുന്നത് 2 ആണ്. A4 നമുക്കൊന്ന് എടുത്ത് നോക്കാം. A4 എന്ന് പറയുന്നത് A4 minus 1 plus A4 minus 2. A4 minus 1 എന്ന് പറഞ്ഞാൽ A3 plus A2. അതായത് പുറകിലത്തെ രണ്ട് ടേംസിന്റെ സം ആണ് ഉദ്ദേശിക്കുന്നത് A4 എന്ന് പറയുമ്പോൾ. അപ്പം A3 എന്ന് പറയുന്നത് നമുക്കറിയാം 2, 2 plus 1 3. അപ്പോൾ A4 എന്ന് പറയുന്നത് 3 ആണ്. A5 നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാം. A4 plus A3 എന്നായിരിക്കും കിട്ടുക. ഇത് ഫിബൊനാച്ചി സീരീസ് സീക്വൻസിന്റെ ഒരു പ്രത്യേകതയാണ്. A4 plus A3 എന്ന് പറയുമ്പോൾ 3 plus 2 5. അപ്പം 1 1 2 3 5 ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീക്വൻസ് പോകുന്നത്. കണ്ടോ, 1 plus 1 2 കിട്ടി, 1 plus 2 3 കിട്ടി, 2 plus 3 5 കിട്ടി. നെക്സ്റ്റ് ടൈം നമുക്ക് എഴുതാൻ എളുപ്പമാണ്. 3 plus 5 കൂട്ടിയാൽ മതി, 8 കിട്ടും. 5 plus 8 കൂട്ടിയാൽ അടുത്ത ടൈം കിട്ടും, 11 കിട്ടും. അപ്പം പുറകിലത്തെ രണ്ട് ടേംസിന്റെ സം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളോട് ഇവിടെ ഒരു കാര്യം ഇവിടെ ഫൈൻഡ് a raised to n plus 1 by a raised to n അതുകൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് an plus 1 by an.
for n is equal to 1, 2, 3, 4 and 5. So ഇതിൻ്റെ അകത്ത് we have to find a n plus 1 by a n. അപ്പോൾ ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ വാലിഡ് ആണ് കേട്ടോ. അതായത് A1 എന്ന് പറയുന്നത് 1 ആണ്, A2 എന്ന് പറയുന്നത് A1 equal to A2 equal to 1. ഞാൻ ഓർക്കുകയും ചെയ്തു നമ്മൾ എങ്ങനെ എടുക്കും. അപ്പോൾ A1ന്റെ വാല്യൂ 1, A2ന്റെ വാല്യൂ 1, അത് കുഴപ്പമില്ല. ദെൻ A3 തൊട്ടാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് ഫോർ n greater than 2. A3 എന്ന് പറയുന്നത് ഓക്കെ, A3 എന്ന് പറയുന്നത് 2, അതായത് ഫിബൊനാച്ചി സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പോരുന്നത്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ച് നോക്കാം. n1 എന്ന് പറയുമ്പോൾ A2 by A1 എന്ന് വരും. A2 എന്ന് പറയുന്നത് 1, 1 by 1, 1 തന്നെ. n is equal to 2 എന്ന് പറയുമ്പോൾ A3 by A2 വരും. A3 എന്ന് പറയുന്നത് 2, 2 by 1, 2 എന്ന് കിട്ടും. ഇനി n3 കൊടുക്കുമ്പോൾ A4 by A3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 by 2. n4 കൊടുക്കുമ്പോൾ A5 by A4 വരും. A5 എന്ന് പറയുന്നത് 5 by 3 വരും. നെക്സ്റ്റ് A5 n is equal to 5 കൊടുക്കുമ്പോൾ നമുക്ക് A6 by A5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8 by 5. ഇവിടെ n plus 1 എന്ന് പറയുമ്പോൾ 1 plus 1 2 കേട്ടോ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 2 plus 1 3, 3 plus 1 4. അത് ഞാൻ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ച സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരേ ക്വസ്റ്റ്യന്റെ 2 പാർട്ടായിട്ട് പോകുന്നതാണ് കേട്ടോ. ഫിബൊനാച്ചി സീരീസിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നോടൊന്ന് റീകളക്ട് ചെയ്യാം. അരിത്മെറ്റിക് പ്രോഗ്രഷനെ നമുക്ക് A1, A2, A3, A4 ഇങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ തന്നെ A plus D, A plus 2D, A plus 3D ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് തമ്മിലുള്ള കണക്ഷൻ ഒന്ന് നോക്കുക. A2 എന്ന് പറഞ്ഞപ്പോൾ ഒരു തവണ D കൂട്ടി, A3 എന്ന് പറഞ്ഞപ്പോൾ എയുടെ കൂടെ 2 തവണ D കൂട്ടി. അപ്പോൾ ഇതുമായിട്ടൊന്ന് കോമൺ ട്രെൻഡ് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇവിടെ A3 എന്ന് പറഞ്ഞപ്പോൾ A plus 2D ആയിരുന്നു. A4 എന്ന് പറഞ്ഞപ്പോൾ A plus 3D ആയിരുന്നു. A5 എന്ന് പറയുമ്പോൾ A plus 4D ആയിരിക്കും. അങ്ങനെ AN നമുക്ക് എഴുതാം. A plus എന്താണോ n അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക D. അപ്പോൾ ANന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. AN എന്ന് പറയുന്നത് A plus n minus 1 into D ആണ്. നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡിസ്കസ് ചെയ്യാത്തത്. ദെൻ ഇതിനകത്ത് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് കോൾഡ് കോമൺ ഡിഫറൻസ്. ആഡ് ചെയ്തും പോവാം, ഇറ്റ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. അതൊന്ന് ഓർത്തിരിക്കാം. എപ്പോഴും ആഡ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 10, 7, 4 നമ്മൾ എഴുതിയിരുന്നു. ഇവിടെ -3 അങ്ങനെയാണ് പോകുന്നത്, -3 വെച്ചാണ് പോകുന്നത്. അപ്പം 3യെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ഇയർ ഇതിന്റെ സമ്മിനെ കുറിച്ച് പഠിച്ചിരുന്നു. സമ്മിന്റെ 2 ഇക്വേഷൻസ് ഉണ്ട്, രണ്ടും ഒരേ ഇക്വേഷൻസ് തന്നെ. n/2 into A1 plus AN, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് നമുക്ക് പറയാം. ഇതേ ഇക്വേഷനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിരിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ്. ANന്റെ ജനറൽ ANന്റെ ഫോർമുല നമുക്കറിയാം, A1 plus n minus 1 into D. അപ്പൊ അവിടെ നമുക്ക് n/2 into 2A1 plus n minus 1 into D എന്നും കൊടുക്കാം. രണ്ടും ഇൻ എഫക്റ്റ് ഒരു ഫോർമുലയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന് ANന്റെ ഫോർമുല, 2 SNന്റെ ഫസ്റ്റ് ഫോർമുല. ഇവിടെ നമുക്ക് D തന്നിട്ടില്ല, ഡയറക്റ്റ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം തരുമ്പോൾ ഉപയോഗിക്കാം. ദെൻ ഇത് D തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടൈം അറിയില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 ഫോർമുലാസ് ഒന്ന് ഓർക്കുക. ഈ ഫോർമുലാസ് വെച്ചാണ് നമ്മൾ എക്സസൈസ് 9.2ലേക്ക് വരുന്നത്. എക്സസൈസ് 9.2ലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് ഈ AP കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലേക്ക് പ്രാക്ടിക്കലി വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സസൈസ് 9.2 എടുത്തു വെക്കാം. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്: ഫൈൻഡ് ദ സം ഓഫ് ഓഡ് ഇന്റിജേഴ്സ് ഫ്രം 1 to 2001. അപ്പോ 1 മുതൽ 2001 വരെയുള്ള ഇന്റിജേഴ്സിലെ ഓഡ് ഇന്റിജേഴ്സിന്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ആ സീക്വൻസ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓഡ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 1, 3, 5, 7 അങ്ങനെ 2001 വരെയാണ് നമ്മുടെ ഇൻഡിജേഴ്സ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്തെ ഓഡ് ഇൻഡിജേഴ്സിന്റെ സം ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എസ് എന്നിന്റെ ഫോർമുല നമുക്കറിയാം. എസ് എന്നിന്റെ രണ്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 2a + n-1 × d, അല്ലെങ്കിൽ എസ് എൻ ഇസ് ഈക്വൽ ടു n/2 a + an. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം ഇവിടെ നമുക്ക് ഏതായിരിക്കും സ്യൂട്ടബിൾ ഫോർമുല എന്ന്. ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ഫോർമുല സെക്കൻഡ് ഫോർമുലയാണ്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈമും അറിയാം ലാസ്റ്റ് ടൈമും അറിയാം. എ നമുക്കറിയാം, a ഇസ് ഈക്വൽ ടു 1. അതുപോലെ an എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈമിനെയാണ്. ലാസ്റ്റ് ടൈം നമുക്കറിയാം an 2001 ആണ്. അപ്പൊ നിങ്ങൾ ആ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇനി നമുക്ക് അൺനോൺ ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത് ആരെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ ഇനി നമുക്ക് അൺനോൺ ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത് n ആണ്. n എത്രയാണ് എന്നുള്ളതാണ് ഇനി നമ്മുടെ പ്രോബ്ലം. അപ്പോൾ n കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ an-നെ 2001 ആണ് എന്ന രീതിയിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ an-ന്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ an ആയിട്ട് 2001-നെ എടുക്കുന്നു. an-ന്റെ ഫോർമുല നമുക്കറിയാം a + n-1 × d. അപ്പോൾ അതിന്റെ ആൻസർ ആണ് ഈ 2001 എന്ന് പറയുന്നത്. a എന്ന് പറയുന്നത് 1 ആണ്, n അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ d ചെക്ക് ചെയ്യാം, d എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിന്റെ ആൻസർ ആണ് 2001. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 1-നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പം n-1 × 2 എന്ന് പറയുന്നത് 2001 - 1 എന്ന് വരും, അതായത് 2000. ഇനി ഈ 2-നെ നിങ്ങൾക്ക് ഡിവിഷനിലേക്ക് കൊണ്ടുവരാം. n-1 ഇസ് ഈക്വൽ ടു 2000/2 1000 എന്ന് കിട്ടും. അപ്പൊ അവിടുന്ന് n എത്രയാണെന്ന് നമുക്കറിയാം, പറയാൻ പറ്റും. ഈ -1-നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ +1 ആവും. n ഇസ് ഈക്വൽ ടു 1001. അതായത് 1 മുതൽ 2001 വരെയുള്ള നമ്പേഴ്സിലെ എത്ര ഓഡ് ഇൻഡിജേഴ്സ് ഉണ്ട്? അവിടെ 1001 ഓഡ് ഇൻഡിജേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ n-ഉം കിട്ടി. n എന്ന് പറയുന്നത് 1001 ആണ്. അപ്പോ ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കുക. ഇക്വേഷനിൽ നമുക്ക് ആകെ വേണ്ടിയിരുന്നത് n-ഉം a-യും an-ഉം ആണ്. 3 പേര് നമുക്കായി. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലം ബാക്കി ചെയ്യാം. Sn-ന്റെ ഫോർമുല ഒന്നുകൂടെ എഴുതുക. n/2 a + an. n ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. 1001 / 2 × a എന്ന് പറയുന്നത് 1 + 2001. അപ്പൊ നമുക്ക് × 2002 എന്ന് വരും. സോ 1001 × 2002/2 ചെയ്യുമ്പോൾ അഗെയിൻ 1001 എന്ന് കിട്ടും. ഇതിനെ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും നോക്കുക. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ സം ഓഫ് ഓഡ് ഇൻഡിജേഴ്സ് ഫ്രം 1 to 2001 എന്ന് പറയുന്നത് ഏതാണ്? ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈൻ ബിറ്റ്വീൻ 100 and 1000 എന്നാണ്, വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. അപ്പോൾ ഇവിടെ 100-നും 1000-നും ഇടയിലുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 5-നെ കുറിച്ചാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. അവിടെ ഓഡ് ഇൻഡിജേഴ്സ് ഫ്രം 1 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ബിറ്റ്വീൻ 100 and 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ 100-ഉം 1000-ഉം ഉപയോഗിക്കാൻ പാടില്ല. പകരം അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ നിൽക്കുന്നത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 100 ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത 100, 105, 110 എന്ന് എഴുതാനാണ് സാധ്യത. പക്ഷെ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടുത്തെ വാക്ക് ഫ്രം എന്നല്ല, പകരം ബിറ്റ്വീൻ എന്നാണ്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ്, ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ശരിക്കും നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100-ൽ നിന്നല്ല, പകരം 105-ൽ നിന്നാണ്. 105, 110, 115 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് നമ്പറിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം ആപ്റ്റ് ആണ്. 1000 യൂഷ്വലി നമ്മൾ ഇവിടെ എഴുതാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് എഴുതാൻ പാടില്ല. അതിന്റെ തൊട്ട് പുറകിലുള്ള 5-ന്റെ മൾട്ടിപ്പിൾ ആണ് എടുക്കേണ്ടത്.
അപ്പം ഇനി ബാക്കി ഇത് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. എസ് എൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. എസ് എൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു എ പ്ലസ് എ എൻ ആണ്. എ അറിയാം, എ എൻ അറിയാം, എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ കണ്ടുപിടിക്കാനായിട്ട് എ എന്നിനെ നമ്മൾ 995 എന്ന് എടുക്കുന്നു. എ എന്നിന്റെ ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതാണ് 995. ദെൻ എ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 105 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 ആണ്, ഈക്വൽ ടു 995. ആദ്യം തന്നെ നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. n മൈനസ് 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 995 മൈനസ് 105 ആണ്. അത് എത്രയാണെന്ന് നോക്കാം. 995 ബൈ 105 എന്ന് പറയുമ്പോൾ 890 വരും. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 890. 995. യെസ്, കറക്റ്റ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ 5നെ ഡിവിഷനിലേക്ക് എടുക്കാം. 5. അപ്പോൾ n മൈനസ് 1 എന്ന് പറയുന്നത് 1 വരും. 39 ആകുമ്പം 7, 178 എന്ന് വരും. സോ n is equal to 178 plus 1, n is equal to 179. അപ്പോൾ ഇവിടെ n എന്ന് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ n ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ടത് 179 ആണ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Sn is equal to n/2. ഇവിടെ Sn എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ S179 എന്ന് കൊടുക്കാം. 179 ഈക്വൽ ടു 179/2 ഇൻറ്റു 105 പ്ലസ് 995. ഇവിടെ 1100 എന്ന് വരും അല്ലേ? അതെ, 1000, 1100. അപ്പോൾ 179 ഇൻറ്റു 550 എന്ന് നമുക്ക് എഴുതാം. 1100/2 ചെയ്തതാണ് 550. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 98,450 ആണ്. ക്രോസ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്കാണ് വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ AP the first term is 2. A എന്ന് പറയുന്നത് 2 ആണ്. And the sum of first 5 terms is 1/4 of the sum of next 5 terms. Show that the 20th term is minus 112. അപ്പോൾ അവിടെ ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്ന് പറയുന്നത് അടുത്ത 5 ടേംസിന്റെ സമ്മിന്റെ ഹാഫ് ആണ്. സോറി, 1/4 ആണ് എന്നാ പറയുന്നത്. അപ്പോ ആദ്യത്തെ 5 ടേംസ് എന്ന് പറയുന്നത് നമുക്കറിയാം A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ആണ്. ഇതിനെ സം ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് നെക്സ്റ്റ് 5 ടേംസ്. നെക്സ്റ്റ് 5 ടേംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് A6ൽ നിന്നാണ്. A7, A8, A9, A10. ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ A നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. ദെൻ 20th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഡി കൂടെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡി. നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഇവിടെ A1നെ നമുക്ക് A എന്ന് തന്നെ കൊടുക്കാം. A2 എന്ന് പറയുന്നത് A+D ആണ്. A3 എന്ന് പറയുന്നത് A+2D ആണ്. ഇത് A+3D, ദെൻ A+4D. ലെഫ്റ്റ് സൈഡിനെ സം ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഇതാണ്. AN is equal to A plus n minus 1 into D. ഇത് വെച്ച് നിങ്ങൾക്ക് മാറ്റി എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് A6 എന്ന് പറയുന്നത് A+5D, A7 എന്ന് പറയുന്നത് A+6D, A8 എന്ന് പറയുന്നത് A+7D, then A+8D, then A+9D. ഓരോ ടേമും സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ 1, 2, 3, 4, 5. 5A ഉണ്ട്, പ്ലസ് 1, 1 + 2, 3, 3 + 3, 6, 6 + 4, 10. 10D ഉണ്ട്, ഈക്വൽ ടു 1/4 ഇൻറ്റു അഗെയിൻ എയുടെ കൗണ്ട് 5 ആയിരിക്കും. 5A പ്ലസ് ഇവിടെ 5D പ്ലസ് 6D 11D വരും. 11D പ്ലസ് 7D 18D, 18D പ്ലസ് 8D 26D, 26D പ്ലസ് 9D 35D എന്ന് വരും. ഇനി A2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതവിടെ റീപ്ലേസ് ചെയ്യാം. 5 × 2 10 പ്ലസ് 10D ഈക്വൽ ടു 1/4 ഇൻറ്റു 10 പ്ലസ് 35D. നമുക്ക് ഈ 4നെ ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 10 പ്ലസ് 10D എന്ന് വരും, ഈക്വൽ ടു 10 പ്ലസ് 35D.
ഇനി ആ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40 പ്ലസ് 40d എന്നാണ് കിട്ടുക. 40 പ്ലസ് 40d ഈക്വൽ ടു 10 പ്ലസ് 15 35d. നമുക്ക് ഡിയുടെ ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്കും കോൺസ്റ്റന്റിന്റെ ടേമിനെ റൈറ്റ് സൈഡിലേക്കും എടുക്കാം. ഇവിടെ ഓൾറെഡി ഒരു 40d ഉണ്ട്, 35d ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് 35d. ദെൻ ഓൾറെഡി ഒരു 10 ഉണ്ട്, ഇത് പ്ലസ് 40 ആണ്, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 40. സോ നമുക്ക് ഇവിടെ 5d is equal to minus 30 എന്ന് കിട്ടും. Therefore d is equal to minus 30 by 5. നോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിയുടെ ആൻസർ കിട്ടി. മൈനസ് 30 by 5 എന്ന് പറഞ്ഞാൽ മൈനസ് 6. ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് A20 അല്ലേ? യെസ്, 20th ടേം പ്രൂവ് ചെയ്യണം. 112 ആണ്, മൈനസ് 112 ആണെന്ന്. അപ്പൊ 20th ടേം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ ആയി. ഇപ്പം ഡി നമുക്ക് കിട്ടി മൈനസ് 6. അപ്പൊ A20 എന്ന് എടുത്ത് നോക്കാം. A20 എന്ന് പറയുന്നത് A പ്ലസ് 19d ആണ്. A എന്ന് പറയുന്നത് 2 പ്ലസ് 19 ഇൻറ്റു മൈനസ് 6. 2 പ്ലസ് മൈനസ് 114 വരും. 2 പ്ലസ് മൈനസ് 114 എന്ന് പറഞ്ഞാൽ മൈനസ് 112. യെസ്. സോ 20th ടേം നമുക്ക് കിട്ടി. ഇറ്റ് ഇസ് മൈനസ് 112. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്കാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ടേംസ് ഓഫ് ദി AP മൈനസ് 6 മൈനസ് 11/2 മൈനസ് 5 are needed to give the sum minus 25. അതായത് മൈനസ് 25 എന്ന് നമുക്ക് സം ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ എത്ര ടേംസിനെ സം ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. SNന്റെ സം ആണ് മൈനസ് 25. എത്ര ടേംസ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. N is an unknown factor, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് we can find A is equal to minus 6, D is equal to minus 11/2 minus minus 6 എന്ന് പറഞ്ഞാൽ മൈനസ് 11/2 പ്ലസ് 6. LCM എടുത്താൽ നമുക്ക് മൈനസ് 11/2 പ്ലസ് 12/2 എന്ന് എടുക്കാം. LCM എടുക്കൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് 1/2 എന്ന് ആൻസർ കിട്ടും. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇനി നമുക്ക് SNന്റെ വാല്യൂ ആയിട്ട് മൈനസ് 25 എടുക്കാം. ഫ്രം ദിസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് N. അപ്പൊ നമുക്ക് SNന്റെ ഫോർമുല അറിയാം. N/2 ഇൻറ്റു 2A പ്ലസ് N മൈനസ് 1 ഇൻറ്റു ഡിയുടെ ആൻസർ ആണ് മൈനസ് 25. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2നെ അങ്ങോട്ടേക്ക് എടുക്കാം. മൈനസ് 25 ഇൻറ്റു 2. ബാക്കി 2A എന്ന് പറയുന്നത് A മൈനസ് 6 ആണ്. അപ്പൊ 2A എന്ന് പറയുന്നത് മൈനസ് 12 പ്ലസ് N അറിയില്ല, N മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ഈ 2നെ ഒന്ന് LCM എടുക്കാം. 2നെ LCM എടുക്കുമ്പോൾ ഇവിടെയും ഡിവൈഡഡ് ബൈ 2 ആക്കണം. എന്ന് പറയുമ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. LCM എടുക്കാനായിട്ട് ഇവിടെ 2 കൊടുത്താൽ ഇവിടെയും 2 കൊടുക്കണം. അപ്പൊ എന്തായി? N ഇൻറ്റു മൈനസ് 24/2 പ്ലസ് N മൈനസ് 1 ഇൻറ്റു 1/2. N മൈനസ് 1/2 എന്ന് എഴുതാം. ഈക്വൽ ടു മൈനസ് 50. ഇവിടെ നമുക്ക് 2 ഇപ്പോൾ കോമൺ ആയി, ഒരു കോമൺ ഡിനോമിനേറ്റർ ആയി. അപ്പൊ നമുക്ക് ആ 2നെ ഒരുമിച്ചാക്കാം. ഈ 2നെ ഒരുമിച്ചാക്കുന്നു, പുറത്തെടുക്കുന്നു. അതായത് N/2 ഇൻറ്റു മൈനസ് 24 പ്ലസ് N മൈനസ് 1. മൈനസ് 24 പ്ലസ് N മൈനസ് 1 എന്ന് പറയുന്നതാണ് മൈനസ് 50. അഗെയിൻ യു ക്യാൻ ടേക്ക് ദിസ് 2 ടു ദ റൈറ്റ് സൈഡ്. അപ്പോൾ N ഇൻറ്റു മൈനസ് 24 പ്ലസ് N മൈനസ് 1 ബ്രാക്കറ്റ് പ്ലസ് ബ്രാക്കറ്റ് ആണ്, നേരെ ഓപ്പൺ ചെയ്താൽ മതി. മൈനസ് 100 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ മൈനസ് 24 മൈനസ് 1 ഉണ്ട്. സോ മൈനസ് 25 എന്നെഴുതാം. പ്ലസ് N ഇസ് ഈക്വൽ ടു മൈനസ് 100. ഇനി N-നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് 25 മൈനസ് 25N പ്ലസ് N സ്ക്വയർ ഈക്വൽ ടു മൈനസ് 100. നമുക്കൊന്ന് ഓർഡറിൽ എഴുതാം. ആദ്യം N സ്ക്വയർ എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് N എഴുതുന്നു. തന്നെ ഈ 100നെ ഇങ്ങോട്ട് എടുത്തേക്കാൾ പ്ലസ് 100 ആവുന്നു, ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ദിസ് ഇസ് എ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. N ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉപയോഗിക്കാം.
കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സമ്മും പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസേഴ്സ് n is equal to 5 or 20 എന്നാണ്. n is equal to +5, n is equal to 20. സമ്മും പ്രോഡക്റ്റ് ഉപയോഗിച്ചത് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം. സം എന്ന് പറയുന്നത് ഇവിടെ -25 കിട്ടണം, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 100 കിട്ടണം. അപ്പം 20ഉം 5ഉം ആണ്. -20 -5 എന്ന് വരും. അതിന്റെ ആൻസേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് 20ഉം 5ഉം കിട്ടും. സോ എന്നിന്റെ ആൻസേഴ്സ് 20ഉം 5ഉം ആണ്. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ -b +or - എന്നുള്ള മെത്തേഡിൽ ചെയ്ത് നോക്കാം കേട്ടോ. സോ അതൊന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. അടുത്ത നമ്മൾ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 പറയുന്നത് ഇൻ ആൻ AP ദ pth ടേം ഈസ് 1/q. അതായത് AP പിയർ ടേം ആണ് 1/q ആൻഡ് ദ q ടേം ഈസ് 1/p. AQ എന്ന് പറയുന്നതാണ് 1/p. Prove that the sum of first PQ terms is 1/2 PQ plus 1. Sum of PQ terms എന്ന് പറയുന്നത് 1/2 into 2q plus 1 ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പിയും ക്യൂവും ഈക്വൽ അല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു എ പിയെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ആൻ AP എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരേ APയിലെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കാം. AP എന്ന് പറയുന്നത് 1/q ആണ്. അപ്പൊ പി ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? nth ടേം നമുക്കറിയാം an is equal to a plus n minus 1 into d. അപ്പോൾ പി ടേം എന്ന് പറയുന്നത് a plus p minus 1 into d ആയിരിക്കും. അതിന്റെ ആൻസർ ആണ് 1/q. ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് AQ 1/p ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതേ ഫോർമുല യൂസ് ചെയ്യുവാണെങ്കിൽ a plus q minus 1 into d എന്ന് പറയുന്നത് നമുക്ക് 1/p ആയിട്ടും കിട്ടും. ഇവിടെ നമ്മൾ യൂഷ്വലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തിരുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എന്താണെന്ന് നോക്കാം. നിങ്ങളൊന്ന് അടുപ്പിച്ചെഴുതിക്കൂ, കൺഫ്യൂഷൻ കുറഞ്ഞിരിക്കും. നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. a plus p minus 1 into d equal to 1/q. a plus q minus 1 into d equal to 1/p. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എയിൽ നിന്ന് എ പോയാൽ 0 ആയി. ദെൻ p minus 1 into d ഉണ്ട്, minus q minus 1 into d ഉണ്ട്. റൈറ്റ് സൈഡിൽ 1/q minus 1/p. നമുക്ക് ഈ രണ്ട് ടേംസിൽ നിന്നും വി ക്യാൻ ടേക്ക് d ആസ് എ കോമൺ. അപ്പോൾ p minus 1 minus q minus 1 എന്നിരിക്കും. ആ q minus 1 ബ്രാക്കറ്റിലാണ് എന്നുള്ളത് വിട്ടുപോകരുത്. റൈറ്റ് സൈഡ് സോൾവ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് p minus q by pq. LCM എടുത്ത് സോൾവ് ചെയ്താൽ p into 1 p minus q into 1 q by pq. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. p minus 1 minus q plus 1 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാൻ ഓർക്കുക. ഈക്വൽ ടു p minus q by pq. ഇവിടെ -1ഉം +1ഉം കട്ടായി പോയിട്ട് വിൽ ഗെറ്റ് d കളറൊന്ന് ചേഞ്ച് ചെയ്തെഴുതാം. d p minus q equal to p minus q by pq. ഇനി നമുക്ക് d മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിയാൽ p minus q by pq into 1 by p minus q. ഈ p minus q നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്നു. ഇത് രണ്ടും കട്ടായി പോകും. പോയിട്ട് വിൽ ഗെറ്റ് d as 1 by pq. അപ്പം ഇതേ സീക്വൻസിന്റെ തന്നെ d നമുക്ക് കിട്ടി. ഡിയുടെ ആൻസർ 1 by pq ആണ്. ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് a കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡ് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ എടുക്കുക. അപ്പൊ ഞാൻ എടുക്കുന്നത് എ പിയുടെ ഇക്വേഷൻ ആണ്. അവിടെ നമുക്കറിയാം a പ്ലസ് p minus 1 ഡിയുടെ സ്ഥാനത്ത് നമ്മൾ 1/pq കൊടുക്കുന്നു. ഇതിന്റെ ആൻസർ ആണ് 1/q. നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. a പ്ലസ് p by pq minus 1/pq ഈക്വൽ ടു 1/q. പിയും പിയും കട്ട് ചെയ്യാം. a പ്ലസ് 1/q മൈനസ് 1/pq ഈക്വൽ ടു 1/q. ഈ രണ്ട് ടേംസിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. a ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഓൾറെഡി ഒരു 1/q ഉണ്ട്. ഈ 1/q കൂടെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1/q. ഇവിടെ ഒരു -1/pq ഉണ്ട്. അതിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ +1/pq. ഈ 1/q മൈനസ് 1/q 0 ആയിട്ട് നമുക്ക് a കിട്ടും 1/pq. അപ്പം ഈ സീക്വൻസിന്റെ ഡിയും 1/pq ആണ്, എയും 1/pq ആണ്. അപ്പൊ അത് രണ്ടും നമ്മളൊന്ന് നോട്ട് ചെയ്യാം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും ഒന്ന് നോട്ട് ചെയ്തെടുക്കാം.
നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂസ് കിട്ടി. എ 1/pq ആണ്, ഡിയും 1/pq ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ബാക്കി പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സം ഓഫ് pq ടേംസ് ഈ 1/2 ഇൻറ്റു pq 2q + 1 ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സം ഓഫ് pq ടേംസ് ഒന്ന് എഴുതി നോക്കാം. SPQ എന്ന് പറയുന്നത് SNന്റെ ഫോർമുല നമുക്കറിയാം. ആ SNന്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എഴുതാം. SN എന്ന് പറയുന്നത് n/2 2a + n-1 ഇൻറ്റു d ആണ്. അപ്പോൾ SPQ എന്ന് പറയുന്നത് pq/2 ഇൻറ്റു 2a. a എന്ന് പറയുന്നത് 1/pq ആണ്. അപ്പൊ 2a എന്ന് പറയുന്നത് 2/pq പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് സോറി n-1 അല്ല pq-1 ഇൻറ്റു d എന്ന് പറയുന്നത് അഗെയിൻ 1/pq. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ വേണം നമ്മൾ ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. SPQ എന്ന് പറയുന്നത് pq/2 അവിടെ നിൽക്കട്ടെ, അകത്തൊരു p/2q ഉണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. pq × 1 pq/pq -1 × 1 -1/pq. ഇവിടെ മൂന്നിന്റെയും ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് pq ഉണ്ട്. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ SPQ എന്ന് പറയുന്നത് pq/2 ഇൻറ്റു 2 + pq - 1 ഡിവൈഡഡ് ബൈ pq. ഇനി ഈ pqവും കട്ട് ചെയ്ത് പോകും, ബിക്കോസ് ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും ആണ്. ആഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ ആയി അല്ലേ. 2 + -1 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു pq നമുക്ക് ആദ്യം എഴുതാം. 2 - 1 എന്ന് പറയുന്നത് +1. 1/2 ഇൻറ്റു 2q + 1 ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് വരാണ്. 6th ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദ സം ഓഫ് സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP 25, 22, 19 ഈസ് 116. അതായത് ഈ AP നമ്മളിങ്ങനെ മുന്നോട്ട് എഴുതി പോരുകയാണ്. 25, 22, 19 കോമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോയിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ വരെ എഴുതും. അത് എത്രാമത്തെ ടേം ആണെന്നോ ഏത് ടേം ആണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ അതിന്റെ സം എടുത്താൽ, അതായത് ഈ 25ഉം 22ഉം 19ഉം അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഈ നമുക്കറിയില്ലാത്ത an വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 116. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ലാസ്റ്റ് ടേം, അതായത് ഈ ടേം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ടേം ആണെന്ന് നമുക്കറിയണം. കാരണം ഇവിടെ എയും ഡിയും നമുക്കറിയാം. a is 25, d is -3. സോ an എന്ന് പറയുന്നത് a + n-1 ഇൻറ്റു d ആണ്. അപ്പോൾ an കണ്ടുപിടിക്കണമെങ്കിൽ ഇനി നമുക്ക് അതിന്റെ പൊസിഷൻ കൂടെ മനസ്സിലാവണം. നമുക്ക് എങ്ങനെ പൊസിഷൻ മനസ്സിലാക്കാം? ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ 116 എന്ന സമ്മിനെ SN ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് എത്ര ടേംസിന്റെ സം ആണ് ആ 116 എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. SN 116 ആണ്. അതായത് n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു ഡിയുടെ ആൻസർ ആണ് 116. അപ്പോൾ ഇവിടെ n നമുക്കറിയില്ല. n/2 ഇൻറ്റു 50, 2 ഇൻറ്റു 25 50 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -3 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 116. നമുക്ക് 2 ആദ്യം റൈറ്റ് സൈഡിലേക്ക് എടുക്കാം, അതാവും പ്രോബ്ലം എളുപ്പം. അപ്പോൾ n ഇൻറ്റു 50 പ്ലസ് നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് -3n + 3 ഈക്വൽ ടു 116 ഇൻറ്റു 2 232 എന്ന് വരും. നമുക്കിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ n ഇൻറ്റു 50 പ്ലസ് ഒരു 3 ഉണ്ട്, ഒരു -3n ഉണ്ട്. പ്ലസ് ബ്രാക്കറ്റ് ആണ്, ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈക്വൽ ടു 232. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ നമുക്ക് n ഇൻറ്റു 50 പ്ലസ് 3 നമുക്ക് 53 എന്ന് എഴുതാം. -3n ഈക്വൽ ടു 232. ഇവിടെ നമുക്ക് 53n - 3n² ഈക്വൽ ടു 232. ഈ 3n² 53n വി ക്യാൻ ടേക്ക് ദ റൈറ്റ് സൈഡ്. അവിടെ നമുക്ക് 3n² - 53n + 232 ലെഫ്റ്റ് സൈഡിലാണ് ഈക്വൽ ടു 0 വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ വിടാം, ഒരു കുഴപ്പമില്ല.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ് 3n² പ്ലസ് 3n² മൈനസ് 53n പ്ലസ് 232 ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് എ ബി സി ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. എ is equal to 3, ബി is equal to -53, സി is equal to 232. ഇവിടെ n is equal to -b പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് n is equal to 29/3 and n is equal to 8 എന്നാണ്. ഇതിൽ നിന്ന് യു ഹാവ് ടു ചൂസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ 8 ആണ്. അതിൽ സംശയമില്ല. കാരണം ഇവിടെ നമ്പർ ഓഫ് ടേംസ് ആണ്. എന്തിൻ്റെങ്കിലും നമ്പർ പറയുമ്പോൾ അത് എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുന്നത് ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദി AP. ഫൈൻഡ് ദ സം ടു n ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓർ വി ക്യാൻ സേ വാട്ട് ഈസ് Sn എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് ഹൂസ് kth ടേം ഇസ് 5k + 1. ഇവിടെ AK ആയിട്ട് നമുക്ക് എടുക്കാം 5k + 1. ഓക്കെ, Sn ആണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് Snന്റെ എയുടെ AK ഒക്കെ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം Sn is equal to n/2 into a plus an ആണ്. അപ്പം a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് നമ്മൾ കെയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. അതായത് 5 into 1 + 1 will get 6. ഇനി nth ടേം കിട്ടാനായിട്ട് കെയുടെ സ്ഥാനത്ത് n കൊടുക്കുക. അപ്പൊ നമുക്ക് 5n + 1 കിട്ടും. അപ്പോൾ നമുക്കിനി എളുപ്പമാണ് Sn കണ്ടുപിടിക്കാൻ. Sn is equal to n/2 into a എന്ന് പറയുന്നത് 6 ആണ്. an എന്ന് പറയുന്നത് 5n + 1 ആണ്. അപ്പൊ എന്ത് വരും? n/2 into 7 + 5n. ഇവിടെ വരെയാണ് നമുക്ക് ഡിസൈഡ് ആൻസർ. n/2 into 7 + 5. ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8. If the sum of n terms of an AP is Pn plus Qn². P and Q are constants. Find the common difference. D എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ Snന്റെ ജനറൽ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് Pn plus Qn². ഇവിടെ നിങ്ങൾക്ക് S1 S2 എല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം S1 ഒന്ന് കണ്ടുപിടിക്കാം. P into 1 plus Q into 1², അതായത് P plus Q. ഇനി S2 എന്ന് പറയുന്നത് P into 2 plus Q into 2² 4, അതായത് 2P plus 4Q എന്ന് നമുക്ക് കിട്ടി. ഇതിവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് ഈ S1 ഉം S2 ഉം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ A1 A2 A3 A4 ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ Sn എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ S1 എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 1 ടേംസ് എന്ന് പറയാനില്ല, സം ഓഫ് ഫസ്റ്റ് ടേം. സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും എപ്പോഴും ഈക്വൽ ആയിരിക്കില്ലേ? അപ്പം ഈ S1 ആയിട്ട് നമുക്ക് കിട്ടുന്ന ആള് തന്നെയാണ് A1 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി S2 എന്ന് പറഞ്ഞാൽ A1 plus A2 ആണ്. അതായത് ആദ്യത്തെ 2 ടേംസിന്റെ സം എടുക്കുന്നതാണ് S2 എന്ന് പറയുന്നത്. അപ്പം S2വിൽ നിന്ന് S1 ഒന്ന് കുറച്ച് നോക്കിയാലോ നമുക്ക്. S2വിൽ നിന്ന് S1 കുറച്ച് നോക്കാൻ പോകണം. S2 എന്ന് പറയുന്നത് A1 plus A2 ആണ്. S1 എന്ന് പറയുന്നത് A1 ആണ്. അപ്പോൾ S2 minus S1 ചെയ്താൽ നമുക്ക് A1 plus A2 minus A1 എന്ന് എടുക്കാം. A1 ഉം A1 ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് A2 കിട്ടും. അപ്പൊ കണ്ടോ, നമുക്ക് ഇവിടെ S2 കിട്ടി, S1 ഉണ്ട്. അപ്പൊ ഇനി A2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ S2വിൽ നിന്ന് വി ഹാവ് ടു സബ്ട്രാക്ട് S1 എന്ന് പറഞ്ഞാൽ 2P plus 4Qൽ നിന്ന് വി ഹാവ് ടു മൈനസ് P plus Q ബ്രാക്കറ്റ് ഇടണം. അതായത് 2P plus 4Q minus P minus Q. 2P minus P എന്ന് പറഞ്ഞാൽ P, 4Q minus Q എന്ന് പറഞ്ഞാൽ plus 3Q. ഇനി വേണം നിങ്ങൾ ഡിയിലേക്ക് വരാൻ. ഡി എന്ന് പറയുന്നത് A2 minus A1 ആണ്. A2 എന്ന് പറയുന്നത് നമുക്കറിയാം P plus 3Q. A1 എന്ന് പറയുന്നത് P plus Q. അപ്പോൾ P plus 3Q minus P minus Q. Pയും Pയും ക്യാൻസൽ ആയി 3Q minus Q എന്ന് പറയുന്നത് 2Q. അപ്പം ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2Q ആണ്. ഇവിടെ വരാവുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ S1 ഉം S2 ഉം എടുക്കും, പക്ഷേ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ S2 minus S1 ആയിരിക്കും ഡി ആയിട്ട് എടുക്കുന്നത്. ഇത് തെറ്റാണ്. കാരണം S2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സം ഓഫ് A1 ആൻഡ് A2.
അത് ഓർത്ത് ആദ്യം നമ്മൾ A2 എടുത്തിട്ട് വേണം then A1 സബ്ട്രാക്ട് ചെയ്യാൻ. ആ കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് വരാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമിലർ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമ്പിളിലും കാണാൻ പറ്റും. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ഓർക്കുക കേട്ടോ. അവിടെ പറയുന്നത് സം ഓഫ് n ടേംസ് ഓഫ് 2 അരിത്മെറ്റിക് പ്രോഗ്രഷൻ, 2 APസിനെ കുറിച്ചാണ് പറയുന്നത്. ആർ ഇൻ ദ റേഷ്യോ 5n plus 4 is to 9n plus 6. Find the ratio of their 18 terms എന്നാണ് പറയുന്നത്. അതായത് sum of n terms of AP1 divided by sum of n terms of AP2 second AP എന്ന് പറയുന്നതാണ് 5n plus 4 divided by 9n plus 6. ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18th ടേംസിന്റെ റേഷ്യോ ആണ്. ഇവിടെ മനസ്സിലാക്കുക ഇത് രണ്ടും 2 ഡിഫറെന്റ് AP ആണ്. ഇവിടുത്തെ A, D ഒന്നും സിമിലർ ആയിരിക്കും എന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, രണ്ടിന്റെയും n ടേംസിന്റെ സമ്മാണ് തന്നിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n/2 into 2 A1 plus n-1 into D1. ഇത് ഫസ്റ്റ് APയുടെ കേസാണ്. താഴെ എടുക്കുമ്പോഴോ n/2 into 2A2 plus n-1 into D2. ഈ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം എന്നല്ല കേട്ടോ, പകരം സെക്കൻഡ് AP എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈക്വൽ ടു 5n plus 4 by 9n plus 6. n/2 n/2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് 2A1 plus n-1 D1 ആണ് 5n plus 4. 2A2 divided by 2A2 plus n-1 D2 ആണ്. ഇതിന്റെ റേഷ്യോ ആണ് 5n plus 4 by 9n plus 6. ഇതാദ്യം ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 18th ടേംസിന്റെ കാര്യമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് 18th ടേംസ് ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് എടുക്കാം. റേഷ്യോ ഓഫ് 18th ടേംസ്. റേഷ്യോ ഓഫ് 18th ടേംസ് എന്ന് പറയുമ്പോൾ an-ന്റെ ഇക്വേഷൻ നമുക്കറിയാം a plus n-1 into d. അപ്പോൾ A18 എന്ന് പറയുന്നത് A1 plus A1 plus 18 minus 1 into D1 divided by A2 plus 18 minus 1 into D2. ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് A1 plus 17 D1, A2 plus 17 D2. ഈ ഒരു റേഷ്യോനെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കാം. ഒരിടത്ത് മാത്രം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് 2A1 plus 34 D1 ഡിവൈഡഡ് ബൈ 2A2 plus 34 D2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 18th ടേംസിന്റെ റേഷ്യോ എടുത്തു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അന്നേരം നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2A1 plus 34 D1 2A2 plus 34 D2 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് മുന്നത്തെ ഇതൊന്ന് നോക്കാം. അവിടെ കണ്ടോ 2A1 plus നമുക്കിപ്പോൾ കിട്ടിയിരുന്നത് 2A1 plus 34 D1 2A2 plus 34 D2. ഇവിടെ ഒന്ന് നോക്കാം. ഇത് ലെഫ്റ്റ് സൈഡുമായിട്ട് കറക്റ്റ് സിംഗിളാണ് കിടക്കണേ. അപ്പൊ ഇവിടുത്തെ n-1 ആണ് 34 ആയിട്ട് വരുന്നത്. ഓർ n വി ക്യാൻ റൈറ്റ് ഇറ്റ് as 35. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ n ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ 2A1 plus 34 D1 2A2 plus 34 D2 എന്നെടുത്താൽ n-1 ആണ് 34. അപ്പൊ റൈറ്റ് സൈഡ് നമുക്ക് വേണ്ടത് n ആണ്. n എന്ന് പറയുന്നത് 35 plus 4 9 into 35 plus 4. ഇത് എത്രയാന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 179/321 ആണ്. അപ്പം 18th ടേംസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 179/321 ആണ്. ഇത് ഈ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാനായിട്ട് തന്നെ ഓർക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറയുന്നത് ഇഫ് ദ സം ഓഫ് n ടേംസ് ഓഫ് an AP is 3n² plus 5n. SNന്റെ ആൻസർ ആണ് 3n² plus 5n.
അതിലെ mth ടേം ആണ് am എന്ന് പറയുന്നതാണ് 164. ആ m എത്രയാണെന്നാണ് ചോദ്യം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് m. അപ്പൊ നമുക്ക് ഇത് മുന്നത്തെ പോലെ ചെയ്യാം. ആദ്യം നമ്മൾ S1 എടുക്കുന്നു. S1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് പോസ് ചെയ്തിട്ട്. 3 × 1 സ്ക്വയർ പ്ലസ് 5 × 1 8 എന്ന് വരും. നെക്സ്റ്റ് S2 എടുക്കുക. 3 × 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 × 4 പ്ലസ് 5 × 2 എന്ന് വരും. ദാറ്റ് ഈസ് 12 പ്ലസ് 10 22 എന്ന് കിട്ടും. അപ്പോൾ S1 കിട്ടിയാൽ ഡയറക്ട്ലി നമുക്ക് A1 എഴുതാം. A1 ഉം S1 ഉം ഈക്വൽ ആണ്. S2 ഉം S1 ഉം കിട്ടിയാൽ നമുക്ക് A2 എഴുതാം. S2 മൈനസ് S1 ആണ്. അതായത് 22 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 14. അപ്പോൾ A1 8, A2 14. ഇനി നമ്മൾ ഇവിടുന്ന് D കണ്ടുപിടിക്കണം. D എന്ന് പറയുന്നത് A2 മൈനസ് A1 ആണ്. ദാറ്റ് ഈസ് 14 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ D നമുക്ക് കിട്ടി 6 ആണ്. ഫസ്റ്റ് ടേം 8 ഉം കോമൺ ഡിഫറൻസ് 6 ഉം. AM ആണ് 164 ആയിട്ട് തന്നിരിക്കുന്നത്. AMന്റെ എക്സ്പാൻഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ A പ്ലസ് M മൈനസ് 1 ഇൻറ്റു D. ദാറ്റ് ഈസ് 164. A എന്ന് പറയുന്നത് 8 ആണ്. 8 പ്ലസ് M മൈനസ് 1 ഇൻറ്റു D ഈസ് 6. സോ ദാറ്റ് ഈസ് 164. നമുക്ക് ആദ്യം 8നെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ 164 മൈനസ് 8 എന്ന് പറയുന്നത് 156 ആണ്. നെക്സ്റ്റ് M മൈനസ് 1 എന്ന് പറയുന്നത് 156 ബൈ 6 ആണ്. 2 12 വരും. 36 എന്ന് പറയുമ്പോൾ 6. അപ്പം M എന്ന് പറയുന്നത് 26 പ്ലസ് 1 27. 27 ഇവിടെ വരുന്നുണ്ട്. M is equal to 26 plus 1 27. So 24th term ആണ്, സോറി 27th term ആണ് ഈ 164 എന്ന് പറയുന്നത്. 27th term അതൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 കൂടെ ചെയ്യാം. 14 പറയുന്നത് ഇൻസെർട്ട് 5 നമ്പേഴ്സ് ബിറ്റ്വീൻ 8 and 26 എന്നാണ്. such that the resulting sequence is an AP. അപ്പോൾ ഇവിടെ 8 ഉണ്ട്, 26 ഉണ്ട്. അതിനിടയിൽ നമ്മൾ 5 നമ്പേഴ്സ് ഇൻസെർട്ട് ചെയ്യണം. 1 2 3 4 5 then 26. പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ റിസൾട്ടിംഗ് സീക്വൻസ് ഒരു AP ആയിരിക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് A1 ആണ് 8 or A ആണ് 8. ഇനി 1 2 3 4 5 6 7. A7 ആണ് 26 എന്ന് പറയുന്നത്. A7 നമുക്കറിയാം A പ്ലസ് 60 ആണ്, അതാണ് 26. എയുടെ വാല്യൂ 8 ആണ്. സോ 8 പ്ലസ് 60 ആണ് 26. അപ്പോൾ 60 എന്ന് പറയുന്നത് 26 മൈനസ് 8 ആണ്. 26 നിന്ന് 8 കുറച്ചാൽ വിൽ ഗെറ്റ് 18. സോ D ഈസ് 18 ബൈ 6. D ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്പേഴ്സ് ഇടാം? 11 14 17 20 23. സോ ഇതാണ് ആ 5 നമ്പേഴ്സ്. ഓക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് എക്സസൈസിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പ്രോബ്ലംസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഒരു ആള് ലോൺ റീപേ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പുള്ളിയുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 100 ആണ്. പിന്നെ ഓരോ ഇൻസ്റ്റാൾമെന്റും 5 രൂപ വെച്ച് കൂടുക ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 105, then 110, അങ്ങനെ കൂടി പോരുക. അപ്പൊ അയാളുടെ 30ാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ പ്രൈസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 830 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പം ഒരു സീക്വൻസിലെ തന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാവേണ്ടത്. നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞ സംഗതി ഇതാണ്: ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്ത് പോകുന്നു. ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. ആ കോൺസ്റ്റന്റ് ടേമിനെ നമ്മൾ പറഞ്ഞിരുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ്. ജി പിയിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം, അതാണ് ഇനി നമ്മൾ പറയുന്നത്. ജി പി എന്ന് പറയുമ്പോൾ അവിടുത്തെ മാറ്റം ഒരു കോൺസ്റ്റന്റ് ടേം മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു എന്നാണ്. മൾട്ടിപ്ലൈസ് എന്ന് പറയുമ്പോൾ ഡിവിഷന് വാങ്ങും കേട്ടോ, എ കോൺസ്റ്റന്റ് ടേം. അപ്പം ഒരു കോൺസ്റ്റന്റ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ആ കോൺസ്റ്റന്റ് ടേമിനെ പറയുന്ന പേരാണ് കോമൺ റേഷ്യോ. മുന്നേ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു.
ഇവിടെ നമ്മൾ പറയുന്നത് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ആർ ആണ്. ആർ, സ്മോൾ ലെറ്റർ ആർ. ഇതാണ് കോമൺ റേഷ്യോനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ എങ്ങനെ നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം? ഇനി എങ്ങനെ നമുക്കിത് GP ആണോ എന്ന് കണ്ടുപിടിക്കാം? അതിലേക്കൊക്കെയാണ് ഇനി നമ്മൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ 3, 6, 12, 24, 48. ഇതൊരു GP ആണ്. എങ്ങനെയാണ് ഇതൊരു GP ആയത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിതൊരു GP ആണെന്ന് പ്രൂവ് ചെയ്യാം? അവിടെ നമ്മൾ കോമൺ റേഷ്യോ നോക്കണം. നമ്മൾ മുന്നേ AP-യുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വി ക്യാൻ ടേക്ക് ദിസ് ആസ് A1, A2, A3, A4, A5. ഇങ്ങനെയാണ് ഇവിടെയും പോകുന്നത്. ഇവിടെ നമുക്ക് കോമൺ റേഷ്യോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നോക്കേണ്ടത്. പക്ഷെ മാറ്റം എന്ന് പറയുന്നത് A2 by A1 ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് A2 by A1 ഒന്ന് ചെക്ക് ചെയ്യാം. A2 എന്ന് പറയുന്നത് 6 ആണ്, A1 എന്ന് പറയുന്നത് 3 ആണ്. 6 by 3 എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവിടുത്തെ കോമൺ റേഷ്യോ 2 ആണ്. അടുത്ത ഒരു സെറ്റ് എടുത്തും ചെക്ക് ചെയ്യുക, അടുത്ത ഒരു പെയർ എടുത്തും ചെക്ക് ചെയ്യുക. അതായത് A3 by A2, 12 by 6, again 2. A4 by A3 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 24 by 12, 2. കണ്ടോ? അപ്പം ഒരു കോമൺ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം 3, കോമൺ റേഷ്യോ അറിയാം 2. നമുക്ക് ഈ സീക്വൻസ് എഴുതി കൂടെ ആദ്യത്തെ ടേം 3, രണ്ടാമത്തെ ടേം കിട്ടാൻ 3 into 2 ചെയ്യുക 6, മൂന്നാമത്തെ ടേം കിട്ടാൻ അതേ into 2 again ചെയ്യുക 12, then 24. അങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് AP-യുടെ കാര്യത്തിൽ ആഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ എങ്ങനെ നമ്മളൊരു ജനറൽ ടേമിന്റെ എക്സ്പ്രഷനിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിതിനെ എങ്ങനെ ഒരു ജനറൽ ടേമിന്റെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാം, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് A ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യം A എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തവണ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത ടേം കിട്ടാനായിട്ട് ഇതിന്റെ കൂടെ ഒരു തവണ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. വീണ്ടും ഇങ്ങനെയാണ് സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തു കോമൺ ഡിഫറൻസ്, കോമൺ റേഷ്യോ, ദെൻ 2 തവണ, 3 തവണ, ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? A, AR, AR സ്ക്വയർ, AR ക്യൂബ്, സാധ്യത അനുസരിച്ച് എന്തായിരിക്കും നെക്സ്റ്റ് വൺ? AR raised to 4. ഇങ്ങനെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരു ജനറൽ ടേമിന്റെ എക്സ്പ്രഷൻ നമുക്ക് എടുക്കാൻ പറ്റുക? അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം. 1, 2, 3, 4. നാലാമത്തെ ടേം എന്ന് പറയുന്നത് AR ക്യൂബ് ആയിരുന്നു. അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് AR raised to 4 ആയിരുന്നു. ആറാമത്തെ ടേം അപ്പൊ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 4 വന്നപ്പോൾ 3 ആയി, 5 വന്നപ്പോൾ 4 ആയി, അപ്പോൾ 6 വരുമ്പോൾ ഡെഫിനറ്റ്ലി 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AN വന്നാൽ എന്തായിരിക്കും? ഇവിടെ 5-ൽ നിന്ന് 1 കുറഞ്ഞു, 6-ൽ നിന്ന് 1 കുറഞ്ഞു, N-ൽ നിന്നും 1 കുറയ്ക്കുക, AR raised to N-1. ഇതാണ് ജനറൽ ടേമിന്റെ എക്സ്പ്രഷൻ. This is the expression for general term in an GP. Expression of general term. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. AR raised to N-1 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ 2, 4, 8, 16 ഇതാണ് നമ്മുടെ GP. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം 2 ആണ്, കോമൺ റേഷ്യോ അറിയാം, അതും 2 ആണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് 20ാമത്തെ ടേം. 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി A20 ആണ് നമ്മൾ എടുക്കേണ്ടത്. A20 എന്ന് പറയുന്നത് AN എന്ന് പറയുന്നത് AR raised to N-1. അപ്പൊ A20 എന്ന് പറയുന്നത് AR raised to 19. A എന്ന് പറയുന്നത് 2 ആണ്, R എന്ന് പറയുന്നത് 2 raised to 19. 2 raised to 1 into 2 raised to 19, 2 raised to 20 എന്ന് നമുക്ക് എഴുതാം. സോ ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മിനെ കുറിച്ചാണ്. സം AP-യിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. GP-യിൽ
സം ഓഫ് n ടേംസ് എന്ന് നമുക്ക് പറയാം. സം ഓഫ് n ടേംസ്. ഈ n ടേംസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഫസ്റ്റ് n ടേംസ് ആണ്. ഏതെങ്കിലും n ടേംസ് അല്ല, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. അതൊന്ന് മനസ്സിൽ കണ്ടേക്കാം. അപ്പോൾ ഇവിടെ വി ഹാവ് 2 ഫോർമുലാസ്. ആ 2 ഫോർമുലാസ് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനും റൂൾ ഉണ്ട്. കോമൺ റേഷ്യോയെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ പറയുന്നത്. 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന് r ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോഴും, 2 r ലെസ് ദാൻ 1 ആയിരിക്കുമ്പോഴും. അതായത് r എന്ന് പറയുന്ന കോമൺ റേഷ്യോ 1നേക്കാൾ വലുതായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1നേക്കാൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോമൺ റേഷ്യോ 1നേക്കാൾ വലുതാണെങ്കിൽ സം ടു n ടേംസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്: a r raised to n minus 1 divided by r minus 1. a r raised to n minus 1 divided by r minus 1. ഇനി ഇതേ കാര്യം കോമൺ റേഷ്യോ 1നേക്കാളും ചെറുതാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് a 1 minus r raised to n by 1 minus r. ഇങ്ങനെ 2 ഫോർമുലാസ് ആണ് സമ്മിനുള്ളത്. a r raised to n minus 1 by r minus 1, then a 1 minus r raised to n by 1 minus r. ഈ 2 ഫോർമുലാസ് ആണ് നമുക്ക് GPയുടെ കേസിലുള്ളത്. അത് എടുക്കേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് r ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ, 2 r ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. ഇനി നമ്മൾ എക്സസൈസ് 9.3 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 വരാം. ഫൈൻഡ് ദ 20th and nth terms of the GP 5/2, 5/4, 5/8 etc. ഇതിന്റെ 20th ടേം എന്ന് പറഞ്ഞാൽ A20, nth ടേം എന്ന് പറഞ്ഞാൽ AN. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എഴുതാൻ ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5/2 ആണ്. കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് A2 by A1 എടുക്കാം. A2 എന്ന് പറയുന്നത് 5/4 ഡിവൈഡഡ് ബൈ 5/2. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 5/4 into 2/5. 5ഉം 5ഉം കട്ട് ചെയ്യാം. 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ 1ഉം 2ഉം കിട്ടും. സോ ദ കോമൺ റേഷ്യോ ഈസ് 1/2. ഈ 2 കാര്യങ്ങൾ ആദ്യം തന്നെ എടുക്കാം. കോമൺ റേഷ്യോ നമുക്ക് കിട്ടി 1/2. എങ്ങനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എടുത്തത്? A2 by A1. ഇത് എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റബ്ബ് ചെയ്യുന്നതാണ്. നിങ്ങൾ അതവിടെ കീപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ. സോ ഇനി നമുക്ക് A20 വരാം. വി നോ ദ എക്സ്പ്രഷൻ ഫോർ AN. AN എന്ന് പറയുന്നത് a r raised to n minus 1 ആണ്. ഇവിടെ A20 എന്ന് പറഞ്ഞാൽ a r raised to 20 minus 1, 19. a എന്ന് പറയുന്നത് 5/2 ആണ് ഇൻറ്റു 1/2 the whole raised to 19. 1/2 the whole raised to 19. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5/2 into 1 raised to 19 by 2 raised to 19. 1 raised to 19 എന്ന് പറയുന്നത് 1 തന്നെ. സോ 5 into 1 5 എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ 2 into 2 raised to 19 എന്നാണ് വരുന്നത്. 2 into 2 raised to 19. ഇത് 2 raised to 1 ആണ്. ഇത് 2 raised to 19 ആണ്. a raised to m into a raised to n. a raised to m plus n. അത് ഉപയോഗിച്ച് നമുക്കിതിനെ 2 raised to 20 എന്ന് എഴുതാം. സോ ഇവിടെ 20th ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5/2 raised to 20. 5/2 raised to 20. ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ AN? എക്സ്പ്രഷൻ ഫോർ AN എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്രഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, പകരം ഈ പെർട്ടിക്കുലർ സീക്വൻസിന്റെ AN എന്താണ് എന്നാണ് ചോദ്യം. ഈ പെർട്ടിക്കുലർ GPയുടെ AN എന്താണ്? അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനായിട്ട് n-ന് പകരം n തന്നെ മതി, വേറൊന്നും കൊടുക്കണ്ട. എയും ആറും റീപ്ലേസ് ചെയ്യണം. a എന്ന് പറയുന്നത് 5/2 ആണ്. r എന്ന് പറയുന്നത് 1/2 ആണ്. ദ ഹോൾ റേസ് ടു n - 1 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് 5/2 ഇൻറ്റു മുന്നേ നമ്മൾ ചെയ്ത പോലെ 1 raised to n - 1 by 2 raised to n - 1 എന്നാക്കാം. 1 raised to n - 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2 into 2 raised to n - 1. ഇവിടെ മുന്നേ പറഞ്ഞ പോലെ 2 raised to 1 ആണ്. 2 raised to 1 into 2 raised to n - 1 എന്ന് പറഞ്ഞാൽ 2 raised to 1 plus n - 1 എന്ന് നമുക്ക് എഴുതാം. 1ഉം -1ഉം ക്യാൻസൽ ആയി പോയിട്ട് വിൽ ഗെറ്റ് 2 raised to n.
ഇത് ചെയ്തിരിക്കുന്നത് a raised to m into a raised to n എന്ന ഫോർമുല ഉപയോഗിച്ചാണ് a raised to m plus n. സോ നമുക്ക് ഇവിടെ എന്തെഴുതാം? 5 into 1 5 by 2 raised to n. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ GPയുടെ, അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കണം, ഈ ഒരു പെർട്ടിക്കുലർ GPയുടെ nth ടേമിന്റെ എക്സ്പ്രഷൻ ആണ് 5 by 2 raised to n. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് ഫൈൻഡ് ദ 12th ടേം എന്നാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ 12th ടേം. തന്നിരിക്കുന്ന ഹിൻസ് എന്തൊക്കെയാണ്? ഹൂസ് 8th ടേം ഇസ് 192. A8 എന്ന് പറയുന്നത് 192 ആണ്. ദെൻ കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 2. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഇതുപോലെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം? ഈ A8 ഉപയോഗിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇവിടെ A8ന്റെ ആൻസർ തന്നിരിക്കുന്നത് 192 ആയിട്ടാണ്. A8 എന്ന് പറഞ്ഞാൽ A r raised to 7 ആണ് അല്ലെ? an is equal to A r raised to n minus 1. അപ്പോൾ A8 എന്ന് പറയുന്നത് A r raised to 8 minus 1 A r raised to 7. അപ്പോൾ A r raised to 7ന്റെ ആൻസർ ആണ് 192. ഇനി നമുക്ക് കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ 2 ആണ്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. A into 2 raised to 7 equal to 192. 2 raised to 7 എത്രയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. 128 ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? യെസ്, 128 ആണ്. അപ്പം A into 128 equal to 192 or A is equal to 192 by 128. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 96ഉം 64ഉം കിട്ടും. ഒന്നുകൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 48 അല്ലേ? 48 by 32 കിട്ടും. 24 by 16, 4 വെച്ച് കട്ട് ചെയ്യാം. 6 by 4, 3 by 2. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നു 3 by 2. നിങ്ങൾക്ക് 2 വെച്ച് തന്നെ കട്ട് ചെയ്ത് പോരാം, ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നവർക്ക് നേരത്തെ കട്ട് ചെയ്യാം, അതിനും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് A കിട്ടി. A എന്ന് പറയുന്നത് 3 by 2 ആണ്. A 3 by 2 കിട്ടിയാൽ ഇനി നമുക്ക് ഏത് ടേം ആണല്ലേ കണ്ടുപിടിച്ചൂടെ? A12 എന്ന് പറയുന്നത് A r raised to 11 ആണ്. A നമുക്ക് കിട്ടി 3 by 2. R എന്ന് പറയുന്നത് 2 ആണ്, 2 raised to 11. 2 raised to 11 എന്ന് പറഞ്ഞാൽ 3 into 2 raised to 11 by 2 ആക്കാം. അപ്പൊ ഈ 2 നമുക്ക് ഇവിടെയും എടുക്കാം. ഇനി എന്താണ് A raised to m by A raised to n? A raised to m minus n ആണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ 2 raised to 11ഉം 2 raised to 1ഉം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 raised to 11 minus 1, 2 raised to 10 നമുക്ക് എഴുതാം. സോ ഇവിടെ ആൻസർ 3 into 2 raised to 10. ഇവിടെ വരെ എഴുതിയാലും മതി. ഇനി അല്ല, നിങ്ങൾക്ക് 2 raised to 10 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ എഴുതാം. 1024 വരും. 1024 into 3 ചെയ്യുമ്പോൾ 3072 എന്ന ആൻസറും കിട്ടും. അത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇവിടെ വരെ എഴുതിയാലും കറക്റ്റ് ആണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് എഴുതാം. അത് 3 into 1024. അതിന്റെ ആൻസർ 3072. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The 5th, 8th and 11th terms of a GP are P, Q, S respectively. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാം? A5 P ആണ്, A8 Q ആണ്, A11 എന്ന് പറയുന്നത് S ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഷോ ദാറ്റ് Q സ്ക്വയർ ഈക്വൽ ടു PS എന്നാണ്. Qന്റെ സ്ക്വയർ PS ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? A5 P എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A r raised to 4 ആണ് P. അവിടെ നിൽക്കട്ടെ. ഇനി A8 ഈക്വൽ ടു Q എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം A r raised to 7 ആണ് Q. അതുപോലെ A11 ഈക്വൽ ടു S എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് A r raised to 10 is equal to S. ഇനി നമുക്ക് Q സ്ക്വയർ ഈക്വൽ ടു PS എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന്റെ LHS എന്ന് പറയുന്നത് Q സ്ക്വയർ ആണ്. Qന്റെ സ്ക്വയർ നമുക്കൊന്ന് എടുത്ത് നോക്കാം. Q എന്ന് പറയുന്നത് A r raised to 7 ആണ്. അപ്പോൾ A r raised to 7ന്റെ സ്ക്വയർ അതെന്ത് വരും? A സ്ക്വയർ ഇൻറ്റു r raised to 7 the whole സ്ക്വയർ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ r raised to 40. ഇനി അതിന്റെ RHS നമുക്ക് നോക്കാം. RHS എന്ന് പറയുന്നത്
പി ഇൻറ്റു എസ് ആണ്. പി എന്താണെന്ന് നോക്കിക്കേ, എ ആർ റേസ് ടു 4. എസ് എന്താണെന്ന് നോക്കിക്കേ, എ ആർ റേസ് ടു 10. ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു എ സ്ക്വയർ, ആർ റേസ് ടു 4 ഇൻറ്റു ആർ റേസ് ടു 10, ആർ റേസ് ടു 14. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ആൻസറും ചെക്ക് ചെയ്യാം. രണ്ടിടത്തും എ സ്ക്വയർ ആർ റേസ് ടു 14 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ വി ക്യാൻ കൺക്ലൂഡ് LHS ഈക്വൽ ടു RHS, ദാറ്റ് ഈസ് Q സ്ക്വയർ ഇസ് ഈക്വൽ ടു PS. നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the fourth term of the GP is the square of its second term and the first term is -3. Determine its seventh term. ഫസ്റ്റ് ടേം നമുക്കറിയാം -3, സെവൻത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഹിന്റ്, the fourth term is A4 is the square of second term. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A2 ആണ്. A2ന്റെ സ്ക്വയർ ആണ് A4. അപ്പൊ നമുക്ക് ആ ഡീറ്റെയിലിംഗ് എങ്ങനെ ഇവിടെ എടുക്കാം എന്ന് നോക്കാം. A4 എന്ന് പറയുന്നത് AR raised to 3 ആണ്. This is equal to AR raised to 1, or simply we can write AR the whole square. A2 ഇവിടുത്തെ ഫോർമുല AN is equal to AR raised to n minus 1. അത് വെച്ച് നിങ്ങൾക്ക് A4ഉം A2ഉം എഴുതി നോക്കാം. അപ്പൊ ഇവിടെ AR ക്യൂബ് തന്നെ, ഇവിടെ A സ്ക്വയർ R സ്ക്വയർ എന്ന് വരും. A സ്ക്വയർ R സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ A ഇങ്ങോട്ട് കൊണ്ടുവരാം, R സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. R ക്യൂബ് ബൈ R സ്ക്വയർ, A സ്ക്വയർ ബൈ A. R ക്യൂബും R സ്ക്വയറും കട്ട് ചെയ്താൽ വിൽ ഗെറ്റ് R. A സ്ക്വയറും എയും കട്ട് ചെയ്താൽ നമുക്ക് A എന്നും കിട്ടും. അപ്പോ ഇവിടത്തെ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും ഈക്വൽ ആണ്. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് -3 ആയിട്ട്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ കോമൺ റേഷ്യോ എഴുതാം. കോമൺ റേഷ്യോയും -3 തന്നെ. ഇനി നമുക്ക് A7 കണ്ടുപിടിക്കണം. A7 എന്ന് പറയുന്നത് AR raised to 6 ആണ്. A എന്ന് പറയുന്നത് -3 ഇൻറ്റു R raised to 6 എന്ന് പറയുന്നത് -3 raised to 6. പ്രത്യേകം ശ്രദ്ധിക്കുക, -3 raised to 6. അപ്പോൾ ആ ടേം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുക. അത് പ്രത്യേകം ഓർക്കുക. പക്ഷെ അതിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. സോ -3 raised to 1 എടുക്കാം. -3 the whole raised to 7. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ദി ആൻസർ ഈസ് -2187. എന്തിന്റെയും ഓഡ് പവർ ആണെങ്കിൽ നെഗറ്റീവ് നമ്പറിന്റെ ആൻസർ വിൽ ബി നെഗറ്റീവ്. അതൊന്ന് ഓർത്തിരിക്കുക, നോട്ട് ചെയ്യാം. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5 തന്നിരിക്കുന്നത് 2√4 ഈ ഒരു GP തന്നിട്ടുണ്ട്. ഈ GP തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ ഏത് ടേം ആണ് 128. എവിടെയോ 128 എന്നൊരു ടേം വരുന്നു, അത് എത്രാമത്തെ ടേം ആണ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. നമ്മൾ AP എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് ഈ 128 എന്നുള്ള അൺനോൺ ടേമിനെ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് AN. ഇനി ANന്റെ ഇക്വേഷൻ നമുക്കറിയാം, AR raised to n minus 1. അതായിട്ട് നമ്മൾ 128നെ എടുക്കുക. എന്താണ് ഇവിടുത്തെ A? 2 ആണ്. എന്താണ് R? തനിയെ ചെയ്ത് നോക്കാം. 2√2/2 കട്ട് ചെയ്യുമ്പോൾ R is equal to √2. സോ AI RI അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A √2 raised to n minus 1. ഇതാണ് 128. A √2 raised to n minus 1. ഇനി √2 raised to n minus 1ന്റെ ആൻസർ ആണ് 128/2. 2നെ ഇങ്ങോട്ട് എടുക്കുന്നു, 64. ഓക്കെ, 64 എന്ന് പറയുന്നത് 2ന്റെ ഒരു പവറാണ്. നിങ്ങൾക്ക് അത് എത്രാമത്തെ പവർ ആണെന്നൊന്ന് കണ്ടുപിടിക്കാവോ? 2ന്റെ എത്രാമത്തെ പവർ ആണ് 64 എന്ന് നോക്കുക. √2 the whole raised to n minus 1 is equal to 2 raised to 6 ആണ്. ഈ 2 raised to 6നെ √2 ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് √2 ആണ്. കമ്പാരബിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഇവിടെ ഹോൾ റേസ് ടു 6 ഉണ്ട്. ഈ √2നെ എനിക്ക് ഈ 2നെ എനിക്ക് √2 സ്ക്വയർ എന്ന് എഴുതി കൂടെ? √2ന്റെ സ്ക്വയർ അല്ലേ 2? അപ്പോ എനിക്ക് ഇതിനെ മുഴുവൻ ഇനി ഇങ്ങനെ എഴുതി കൂടെ? √2 the whole raised to n minus 1 എന്ന് പറയുന്നത് √2 the whole raised to 12 ആണ്. √2 the whole raised to 12. അപ്പൊ നമുക്ക് 2 raised to 6 64 എന്ന ആൻസർ വരും. ഇനി നോക്കുക, രണ്ടിന്റെയും ബേസ് ഈക്വൽ ആണ്. √2 അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പവറിനെയും ഇക്വേറ്റ് ചെയ്യാം. n minus 1 എന്ന് പറയുന്നത് 12 ആണ്. n എന്ന് പറയുന്നത് 12 plus 1
n is equal to 13. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഈ GPയുടെ 13th ടേം ആണ് 128. Or we can write A13 is equal to 128. നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് തന്നിരിക്കുന്നത് √3 എന്ന സീക്വൻസ് ആണ്. അത് നമുക്ക് എഴുതാം. √3 3 3√3, എത്രാമത്തെ ടേം ആണ്? 729. ഇവിടെ നമുക്ക് A അറിയാം, √3. R എടുത്ത് നോക്കുക. തന്നെ ചെയ്യേണ്ടവർക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം, എന്നിട്ടൊപ്പം പോരാം. 3/√3. 3/√3 എന്ന് പറയുന്നത് 3a we can write it as √3 into √3 by √3 എന്ന് പറയുമ്പോൾ R is equal to √3. ഇനി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, you have to take 729 as an. ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് AR raised to n-1 ആണ്. അതായിട്ട് എടുക്കുക. A എന്ന് പറയുന്നത് √3 into R എന്ന് പറയുന്നത് again √3 raised to n-1 equal to 729. എയും ആറും സെയിം ആണ്. അപ്പോൾ √3 raised to 1 ആണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ A raised to m into A raised to n, A raised to m plus n എന്ന് ചെയ്യുമ്പോൾ this is √3 raised to n equal to, ഇവിടെ നിങ്ങൾ 729 ആദ്യം 3യുടെ ടേംസിലേക്ക് എടുക്കുക, then √3യുടെ ടേംസിലേക്ക് എടുക്കുക. 3യുടെ ടേംസിലേക്ക് എടുക്കുമ്പം 3 raised to 4 81 വരും. 81 3 raised to 6 വരും. 3 raised to 6. അതിനെ നിങ്ങൾക്ക് എങ്ങനെ √3 ആക്കാം? മുന്നേ പറഞ്ഞ പോലെ √3 സ്ക്വയർ ആണ് 3. അപ്പൊ √3 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? √3 the whole raised √3 raised to n എന്ന് പറയുന്നത് √3 raised to 12 ആണ്. ന്റെ ആൻസർ അവിടെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. n is equal to 12. Or we can say the 12th term of the GP is 729. അതായത് A12 ആണ് 729 എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. അത് സീക്വൻസ് തന്നിരിക്കുന്നത് 1/3 1/9 1/27 അങ്ങനെയാണ്. ഇതിലെ എത്രാമത്തെ ടേം ആണ്? 1/19,683. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ A എഴുതുക, R എഴുതുക. ടൈം എടുത്ത് എഴുതാം കേട്ടോ. പോസ്റ്റ് വീഡിയോ ഫോർ ദാറ്റ്. 1/9 by 1/3. 1/9 into 3/1. Answer is 1/3. ഇനി AR raised to n ആയിട്ട് നമുക്ക് 1/19,683 എടുക്കാം. AR raised to n-1ന്റെ ആൻസർ ആണ് ഇത്. A എന്ന് പറയുന്നത് 1/3 into 1/3 the whole raised to n-1 equal to 1/19,683. അഗെയിൻ നമ്മൾ മുന്നേ ചെയ്ത പോലെ 1/n-1നെ അങ്ങോട്ട് താഴെ മേളിലും എടുക്കുന്നു. അപ്പോൾ നമുക്ക് 1/3 into 1/3 raised to n-1. 1 raised to n-1 1 തന്നെ ഈക്വൽ ടു 1/19,683 എന്ന് വരും. 3 raised to 1 3 raised to n-1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 raised to n എന്ന് കിട്ടും. 1/19,683. വേണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. 3 raised to n is equal to 19,683. അപ്പോൾ 3യുടെ ഏത് പവറിലാണ് 19,683 കിട്ടുന്നത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3യുടെ എത്രാമത്തെ പവറാണ് പറയാം. 3യുടെ 9th പവറിലാണ് അത് കിട്ടുന്നത്. അപ്പം ന്റെ ആൻസർ നമുക്ക് കിട്ടി 9 ആണ്. ഓർ വി ക്യാൻ സേ A9 ആണ് 1/19,683 എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരികയാണെങ്കിൽ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് x the numbers -2/7, x, -7/2 are in GP. അതായത് ഈ 3 ടേംസും GPയിൽ ആകണമെങ്കിൽ എന്തായിരിക്കണം എക്സിന്റെ വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് യൂഷ്വലി എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യായിരിക്കും? ഇവിടെ നമ്മൾ കോമൺ റേഷ്യോ എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് വരേണ്ടത്. ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. നമുക്കറിയാം A2/A1 ചെയ്താലും A3/A2 ചെയ്താലും ഈക്വൽ റേഷ്യോ ആയിരിക്കണം. ദാറ്റ് മസ്റ്റ് ബി ദ കോമൺ റേഷ്യോ.
ആ ഒരു റൂൾ വെച്ച് നമുക്ക് ഇവിടെ ചെയ്യുവാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ -2/7 -7/2 ഡിവൈഡഡ് ബൈ എക്സും ഈക്വൽ ആയിരിക്കണ്ടേ? ചിന്തിച്ച് നോക്കുക. ഞാനൊരു ഡിവിഷൻ സൈൻ ഇട്ടത് റെസിപ്രോക്കൽ ഇട്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിവിഷനിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിവിടെ ഡിവിഷന് പകരം റെസിപ്രോക്കൽ എടുക്കാം. എക്സ് ഇൻറ്റു 7/-2 ഹരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. ഇനി -7/2 ഇൻറ്റു x/1 വി ക്യാൻ റൈറ്റ് ദസ് 1/x. ഇനി എക്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, അപ്പം x² ആകും. ഈ 7/-2 അങ്ങോട്ടേക്ക് എടുക്കുന്നു, അതായത് -7/2 ഓൾറെഡി അവിടെ ഉണ്ട്. മേളിലേക്ക് പോകുമ്പോൾ -2ഉം 7 താഴേക്കും വരും. അപ്പോൾ നോക്കിക്കേ, x² ഈക്വൽ ടു -7ഉം 7ഉം കട്ടാവുന്നു, -2ഉം 2ഉം കട്ടാവുന്നു. ആൻസർ ഇസ് 1. x² 1 ആണെങ്കിൽ എന്താണ് എക്സിന്റെ പോസിബിൾ വാല്യൂസ്? +or-1. അപ്പോൾ എക്സ് +1 ആയാലും എക്സ് -1 ആയാലും ദീസ് 3 ടേംസ് വിൽ ബിക്കം ഇൻ GP. അപ്പോൾ അവർ GPയിലാവാനായിട്ട് എക്സ് +1 -1 ആയാൽ മതി, കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ സമ്മിന്റെ പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. ഹൗ ടു ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് എന്നുള്ളതാണ് വരുന്നത്. ആദ്യം നമുക്ക് 7th ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.15, 0.015, 0.0015 ഇങ്ങനെയാണ്. എ നമുക്ക് ക്ലിയർ ആണ്, 0.15. ആർ എന്ന് പറയുന്നത് 0.015 ഡിവൈഡഡ് ബൈ 0.15. കാൽക്കുലേറ്ററിൽ ചെയ്യുക, യു വിൽ ഗെറ്റ് 0.1. ഇനി നമുക്ക് 0.1 എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാണ്. സോ വി കൻ സേ ആർ ഇസ് ലെസ് ദാൻ 1. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ SNന്റെ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? SN is equal to A 1 minus R raised to n by 1 minus R. A എന്ന് പറയുന്നത് 0.15 ആണ്. 1 minus R raised to n. S20 ആണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്, അത് പറയാൻ വിട്ടുപോയിരുന്നു. We have to find S20. അപ്പോൾ S20 എന്ന് പറയുന്നത് 0.15 minus 0.15 into 1 minus 0.1 the whole raised to 20 divided by 1 minus 0.1 എന്ന് പറയുമ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെയാക്കാം. 0.15 divided by 0.9 into 1 minus 0.1 raised to 20. ഇത്ര എഴുതിയാൽ മതി. ഇതിനപ്പുറത്തേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, നോട്ട് ചെയ്യാം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √7, √21, 3√7 ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈമിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല. √7 എന്താണ് കോമൺ റേഷ്യോ? ദാറ്റ് ഇസ് √21/√7 എന്ന് പറഞ്ഞാൽ √21/7 എടുക്കാം, ദാറ്റ് ഇസ് √3. അപ്പോ ഫസ്റ്റ് ടൈം √7, കോമൺ റേഷ്യോ √3. √3 എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതാണോ വലുതാണോ? ആലോചിച്ച് നോക്കാം. വലുതാണ്. R is greater than 1 എന്ന് പറയുമ്പോൾ നമുക്ക് SNന് A R raised to n-1 by R-1 ഈ ഫോർമുല വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം ആറിന്റെ വാല്യൂ അവിടെ 1നേക്കാളും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. ആറിന്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സമ്മിന്റെ ഫോർമുല എടുക്കുന്നത്, അത് വിട്ടുപോകാതെ സൂക്ഷിക്കണം. ഇനി നമുക്കിവിടെ again we have to find the sum of n terms. SN തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ SNന് A എന്ന് പറയുന്നത് √7 ആണ് ഇൻറ്റു √3 raised to n-1 ഡിവൈഡഡ് ബൈ √3 minus 1 എന്ന് എഴുതിക്കൂടെ? √3 raised to n-1 by √3 minus 1. ഇനി ഇവിടെ നിന്ന് ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ √3 minus 1ന്റെ കോൺജുഗേറ്റ് √3 plus 1. ഇവിടെയും √3 plus 1. അപ്പോൾ ഇവിടെ ഒരു √7 ഉണ്ട് ഇൻറ്റു ഡിവിഷനിൽ √3 minus 1 ഇൻറ്റു √3 plus 1. A minus B, A plus B. A² minus B². മേളിലത്തെ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ല. √3 n ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ √3 n plus 1. √3 n ഇൻറ്റു √3 അല്ലേ? യെസ്, കറക്റ്റ് ആണ്. √3 n plus 1 മൈനസ് √3
√3 minus √3 ഇനി √3n √3 raised to n minus 1 ഇതാണ് വരുന്നത്. സോ √7 ഇവിടെ ഉണ്ട്. ഡിവിഷനിൽ ഇത് എടുക്കുകയാണെങ്കിൽ 3 സ്ക്വയർ 3 മൈനസ് 1 എന്ന് വരും, ദാറ്റ് ഇസ് 2 ഇൻറ്റു ഇവിടെ ഒരു √3 ഉണ്ട് raised to n plus 1 minus √3 plus √3n minus 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? നമുക്കിവിടെ നിർത്താം അല്ലേ, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ, വി കൻ സ്റ്റോപ്പ്. ഇനി അല്ലെങ്കിൽ ഒരു √3 കോമൺ എടുക്കാം. ഒരു √3 വേണമെങ്കിൽ നമുക്ക് കോമൺ എടുക്കാം കേട്ടോ. അവിടെ √3 നമുക്ക് എങ്ങനെ കോമൺ എടുക്കാം നോക്കാം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ എഴുതി കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും ആൻസർ ഈസ് കറക്റ്റ്. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ആണെന്ന് നിർബന്ധമൊന്നും ഇല്ല. ദെൻ നമുക്ക് 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9. 1 മൈനസ് എ സ്ക്വയർ മൈനസ് എ ക്യൂബ്, ഇങ്ങനെയാണ് സീക്വൻസ്. എ എന്ന് പറയുന്നത് 1 ആണ്, ആർ എന്ന് പറയുന്നത് മൈനസ് എ ആണ്. ഇനി എസ് എൻ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ എസ് എന്നിന് ഏത് ഫോർമുല യൂസ് ചെയ്യും? അതൊരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ അല്ലാത്തപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ. എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ. അതൊന്ന് ഓർത്തിരുന്നേക്കാം. കണ്ടുപിടിക്കേണ്ടത് n ടേംസിന്റെ സമ്മാണ്. എസ് എൻ ആണ് ചോദ്യം. അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1 ആണ്. 1 ഇൻറ്റു 1 മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് എ. അപ്പൊ എന്ത് വന്നു? 1 മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ. യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ കേട്ടോ. ദിസ് ഇസ് എനഫ്. ഇനി ഒരു പ്രോബ്ലം കൂടെ, ക്വസ്റ്റ്യൻ നമ്പർ 10. സെയിം പാറ്റേണിലുള്ള ഒരു പ്രോബ്ലം കൂടെയാണ്. എക്സ് ക്യൂബ് എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു 7 എക്സെട്ര. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യാവുന്ന നോക്കാം. ഇവിടെയും സം ടു n ടേംസ് ആണ് ചോദ്യം. എ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. ആർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 5 ബൈ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എന്ന് വരും. ദെൻ ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ എസ് എന്നിന്റെ ആദ്യത്തെ ഫോർമുല നിങ്ങൾക്ക് 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ എന്ന ഫോർമുല യൂസ് ചെയ്യാം. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് ഇൻറ്റു എക്സ് ക്യൂബ് ആണ്. 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എസ് എൻ എസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 2n ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതും. ഇവിടം വരെ മതി. ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഓക്കെ, സോ അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. ഇവാലുവേറ്റ് k is equal to 1 to 11 2 plus 3k. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ കേക്ക് സം ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക. കേക്ക് ആദ്യം 1 കൊടുക്കാം. കേക്ക് 1 കൊടുക്കുമ്പോൾ 2 plus 3 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ടേം. അടുത്തത് 2 plus 6 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ടേം. കേക്ക് 2 കൊടുക്കുമ്പോൾ 3 into 2 6. കേക്ക് 3 കൊടുക്കുമ്പോൾ 2 plus 9 എന്ന് വരും. കേക്ക് 4 കൊടുക്കുമ്പം 2 plus 12 എന്ന് വരും. ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സം ചെയ്താൽ ഒരു GP ആവത്തില്ല. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് 11 വരെ ഉണ്ട്, അത് ഓർക്കുക. അപ്പോൾ k is equal to 1 to 11 അല്ലേ? സോറി, ഇവിടെ 3k അല്ല 3 raised to k ആണേ. ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. 3 raised to k ആണ്. അപ്പം ആദ്യം 3 raised to 1, then 3 square, then 3 cube, then 3 raised to 4 അങ്ങനെ പോകുന്നു. അവസാനത്തെ ടേം നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാം. 2 plus 3 raised to 11 എന്നായിരിക്കും അത് വരിക അല്ലെ? സോ ഇതിന്റെ സം ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിന്റെ സം എടുക്കാനായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തൂടെ? അതായത് 2 plus 2 plus 2 plus 2 ഇങ്ങനെ എത്ര 2 ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം.
നമ്മൾ 11 ടേംസിനെയാണ് സം ചെയ്തത്. അപ്പൊ 11 2s ഉണ്ടാവും, ഓർത്തിരിക്കാം. ദെൻ അതേ പ്ലസ് 3 raised to 1 പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 ക്യൂബ് പ്ലസ് 3 raised to 4 അങ്ങനെ ഒരു 3 raised to 11 വരെയും കാണും. അപ്പോൾ ഇവിടെ നമുക്ക് 11 into 2 എന്ന് കൊടുക്കാം, 22 ആയിരിക്കും. പ്ലസ് ഇതൊരു ജി പി അല്ലേ എന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ മുതൽ ഇതൊരു ജി പി ആണ് അല്ലെ. 3 raised to 1, 3 raised to 2, 3 raised to 3. അതിനെ സീരീസ് ആയി എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സം ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം 3 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 3 square by 3, 3 തന്നെ. ഇനി നമുക്ക് അതിന്റെ സം എഴുതുവാണെങ്കിൽ a r raised to 11 minus 1 divided by 3 minus 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 11 into 2 22, then plus 3 by 2, 3 raised to 11 minus 1. ഇവിടം വരെ എഴുതിയാൽ മതി. ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സിമിലർ ഒരെണ്ണം എക്സാമ്പിളിലുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. The sum of the first 3 terms of the GP is 39 by 10. Sum ആണ് 39 by 10 and their product is 1. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്താണ് ആ ജി പി എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക, ടേംസ് കണ്ടുപിടിക്കുക എന്നാണ് ജി പി എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ജി പി എടുക്കുന്നതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ജി പി എടുക്കാം. എ ബൈ ആർ എ ആർ. ഫസ്റ്റ് ടേം എക്ക് പകരം നമ്മൾ ഫസ്റ്റ് ടേം എ ബൈ ആർ എന്ന് എടുക്കുന്നു. അത് കുഴപ്പമില്ല, കാരണം കോമൺ റേഷ്യോ ശരിയാവുന്നുണ്ടല്ലോ. എ ബൈ ആർ എന്ന് പറയുന്നത് 6 തന്നെ, അപ്പം പ്രോബ്ലം ഇല്ല. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ആണ് 1 എന്ന് പറഞ്ഞാൽ എ ബൈ ആർ ഇൻറ്റു എ ആർ ആണ് നമുക്ക് 1 എന്ന് പറയുന്നത്. ആറും കട്ട് ചെയ്യാം. എ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് വന്നു. എ ക്യൂബ് 1 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് അത് ഉപയോഗിച്ച് സമ്മിലേക്ക് കൊണ്ടുവരാം. 1 by r plus 1 plus r, 1r എന്ന് പറഞ്ഞാൽ 1r തന്നെ ഈക്വൽ ടു 39 by 10. സമ്മ് 39 by 10 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ LCM എടുക്കുക. LCM എടുക്കുക എന്ന് പറഞ്ഞാൽ r കോമൺ ആക്കി 1 പ്ലസ് ഇവിടെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r, ഇവിടെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r സ്ക്വയർ ഈക്വൽ ടു 39 by 10 എന്നായി. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 into 1 plus r square equal to 39 into r. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയാക്കാം? ഇവിടെ നമുക്ക് 10 plus 10r plus 10r square equal to 39r എന്ന് എഴുതാം. ഇവിടെ ഒരു 10r square നിൽക്കട്ടെ, പ്ലസ് ഒരു 10r ഉണ്ട്, മൈനസ് 39r ഉണ്ട്, പ്ലസ് ഒരു 10 ഉണ്ട്, ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 10r square minus 29r plus 10 equal to 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആർ. ആറിന് 2 വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ആർ ഇസ് ഈക്വൽ ടു 5 by 2 ആൻഡ് ആർ ഇസ് ഈക്വൽ ടു 2 by 5. 2 വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ 2 വാല്യൂസും വാലിഡ് ആണ്. ഈ 2 വാല്യൂസ് ഉപയോഗിച്ചും നിങ്ങൾ ജി പി എഴുതണം. എങ്ങനെ എഴുതാം എന്ന് പറയാം. ആദ്യം എ എടുക്കുക. എ എന്ന് പറയുന്നത് 1 ആണ്. ആറിന്റെ ആദ്യത്തെ വാല്യൂ എടുക്കാം 5 by 2. ആദ്യത്തത് എ ബൈ ആർ 1 by 5 by 2. അടുത്തത് എ, അടുത്തത് 1 into 5 by 2. സീക്വൻസ് എങ്ങനെ വരും? 2 by 5, 1, 5 by 2. അടുത്ത എഴുതാനായിട്ട് എ 1ഉം അതുപോലെ ആറ് 2 by 5ഉം എടുക്കാം. അപ്പൊ എന്ത് വരും നോക്കാം. എ ബൈ ആർ എ ആർ. അപ്പൊ ജി പി എങ്ങനെ വരും? 5 by 2, 1, 2 by 5. ഈ 2 ജി പിയുടെയും സമ്മും പ്രോഡക്റ്റും സിമിലർ ആയിരിക്കും. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതിന്റെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ഇൻ ദ എക്സാമ്പിൾ, അതുകൂടെ ചെയ്യാനായിട്ട് നോക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഹൗ മെനി ടേംസ് ഓഫ് ദ ജി പി
3, 3 square, 3 cube are required to give the sum 120. ഇതുപോലുള്ള എത്ര നമ്പേഴ്സിന്റെ എത്ര ടേംസിന്റെ സം എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് 120 കിട്ടുക എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതിനുവേണ്ടി നമ്മൾ അന്ന് ചെയ്തതുപോലെ AP-യുടെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ SN നമുക്ക് 120 ആയിട്ട് എടുക്കാം. SN 120 എന്ന് പറയുമ്പോൾ A 3 ആണ്, R 3 ആണ്. R-ന്റെ വാല്യൂ 3-നേക്കാൾ പൊക്കത്തായതുകൊണ്ട് തന്നെ SN-ന്റെ ഫോർമുല എന്ന് പറയുന്നത് A r⁻n−1 ഡിവൈഡഡ് ബൈ r−1 ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ പെർട്ടിക്കുലേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into 3⁻n−1 divided by 3−1 equal to 120. SN-ന്റെ ആൻസർ നമ്മൾ കൊടുത്തു 120. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 3 into 3⁻n−1 ഇതൊരൊറ്റ ടേം ആണ്, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 120. ഇനി ആ 2-നെയും മൾട്ടിപ്ലിക്കേഷനിലുള്ള ഇതിനൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം ടു അവോയ്ഡ് കൺഫ്യൂഷൻ. 2-നെയും 3-യെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. 3⁻n−1 എന്ന് പറയുന്നത് 120 into 2 ഡിവൈഡഡ് ബൈ 3 ആകും. അപ്പോൾ 3-യും 120-യും കൂടെ കട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 40. 40 into 2 80. 3⁻n−1 ആണ് 80. 3⁻n എന്ന് പറഞ്ഞാൽ 81. 3⁻n-നെ 3⁴ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ n-ന്റെ ആൻസർ 4 ആണ്. ഇവിടുത്തെ 4 ടേംസിന്റെ സം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് S20 എന്ന ആൻസർ, 120 എന്ന ആൻസർ കിട്ടും. S4 ആണ് 120. നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് വരാം. 14 പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ GP is 16 and sum of next 3 terms of the GP is 128 എന്നാണ്. അപ്പൊ മൊത്തം 6 ടേംസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് AR, AR square, AR cube, AR⁴, AR⁵. 6 ടേംസ് ആയി. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് A plus AR plus AR square എന്ന് പറയുന്നത് 16 ആണ്. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് AR cube plus AR⁴ plus AR⁵ എന്ന് പറയുന്നത് 128 ആണ്. നമുക്കതിന്റെ ഫസ്റ്റ് ടേം, കോമൺ റേഷ്യോ, സം ടു n ടേംസ് ഇത്രയും കണ്ടുപിടിക്കണം. നമുക്ക് ഈ ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും വി ക്യാൻ ടേക്ക് എ കോമൺ ഔട്ട് A കോമൺ എടുത്താൽ 1 plus r² എന്ന് വരും. അതിന്റെ ആൻസർ ആണ് 16. ഇനി നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഇവിടെ ആരെ കോമൺ എടുക്കാൻ നോക്കാം. ഇവിടെ നമുക്കൊരു AR³ കോമൺ എടുക്കാം. AR³ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 plus r² എന്ന് തന്നെ കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. AR³ into 1 AR³, AR³ into r, AR⁴, AR³ into r², AR⁵. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇങ്ങനെ എന്തിനാണ് നമ്മൾ എടുത്തത്? അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇക്വേഷനെ 1 ആയിട്ടും ഈ ഇക്വേഷനെ 2 ആയിട്ടും കൺസിഡർ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ഒന്ന് ചെയ്ത് നോക്കാം. AR³ into 1 plus r² divided by A into 1 plus r² that's equal to 128 by 16. എയും കട്ട് ചെയ്യാം. 1 plus r²ഉം താഴത്തെ 1 plus r²ഉം കട്ട് ചെയ്യാം. 128-നെ 16-ഉമായിട്ട് കട്ട് ചെയ്യാം. 128-നെ 16-ഉമായിട്ട് കട്ട് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. സോ വി ക്യാൻ റൈറ്റ് r³ is equal to 8. അവിടെ നിന്ന് r നമുക്ക് പറയാം, r എന്ന് പറയുന്നത് 2 ആണ്. r is equal to 2. ഇനി നമുക്ക് ഈ r is equal to 2-നെ ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും? A plus 2r plus 2a plus 4a അല്ലെ? r-ന്റെ സ്ക്വയർ 4a ഈക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ 4, 6, 1, 7. 7a ആണ് 16. അവിടുന്ന് a എന്ന് പറയുന്നത് 16/7 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി. ഒന്ന് a, രണ്ടാമത്തത് r. ഇവിടം വരെ നോട്ട് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഇനി നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഒന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു, കോമൺ റേഷ്യോ അതും കണ്ടുപിടിച്ചു. ഇനി SN കൂടെ കണ്ടുപിടിക്കണം, സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസിന് ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം എന്ന് ആലോചിക്കാം. r-ന്റെ വാല്യൂ 2 ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ നമുക്ക്
അതിന്റെ ഫോർമുല ഉപയോഗിക്കാം. Sn is equal to a r raised to n minus 1 by r minus 1. Sn is equal to a r raised to n minus 1 by r minus 1 എന്ന് പറഞ്ഞാൽ 16/7 into 2 raised to n minus 1. You can stop here. ഇവിടം വരെ മതി. മീൻസ് ഈ പ്രോബ്ലം ഇവിടം വരെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി അടുത്ത പ്രോബ്ലം തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 15 പറയുന്നത് given a GP with a is equal to 729. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 729 ആണ്. സെവൻത് ടേം എന്ന് പറയുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ S7 ആണ് ചോദ്യം. S7 എന്ന് പറയുന്നത് സം ഓഫ് 7 ടേംസ് ആണ്. അപ്പോൾ A 729 ആണ്. സെവൻത് ടേം A7 64 ആണ്. A7 എന്ന് പറഞ്ഞാൽ A r raised to 6 ആണ്. അതിന്റെ ആൻസർ ആണ് 64. A 729 r raised to 6 ആണ് 64. r raised to 6 എന്ന് പറയുന്നത് 64/729. അപ്പോ ഈ 64നെ നിങ്ങൾക്ക് എന്ത് raised to 6 ആയിട്ട് എഴുതാം? 729നെ എന്ത് raised to 6 ആയിട്ട് എഴുതാം എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2ഉം 3ഉം ആണ്. അപ്പോൾ r raised to 6 എന്ന് പറയുന്നത് 2/3 the whole raised to 6 ആണ്. ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് രണ്ടിന്റെയും പവർ ഈക്വൽ ആയതുകൊണ്ട് ബേസും ഈക്വൽ ആയിരിക്കും. r എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ r നമുക്ക് കിട്ടി 2/3 ആണ്. a നമുക്ക് ഓൾറെഡി അറിയാം 729 ആണ്. ആ സ്ഥിതിക്ക് നമുക്ക് Sn എടുക്കാം. 2/3 എന്ന് പറയുമ്പോൾ അത് 1നേക്കാളും കുറവാണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല a 1 minus r raised to n by 1 minus r എന്ന ഫോർമുലയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഫോർമുല കൊടുക്കാം? തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, തന്നെ ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് അടുത്ത സെഷനിൽ എഴുതുന്നത് ഉപയോഗിക്കാം. അപ്പോൾ Sn എന്ന് പറയുന്നത് a 729 into 1 minus 2/3 the whole raised to n divided by 1 minus 2/3. 729 ഇവിടെ ഉണ്ട് into 1 minus 2/3 the whole raised to n. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ 1 minus 2/3 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3 minus 2/3 എന്ന് വരും. 3 minus 2/3 എന്ന് പറഞ്ഞാൽ 1/3. അപ്പം ഡിവൈഡഡ് ബൈ 1/3 നമുക്ക് ഇവിടെ കൊടുക്കാം. എന്ന് പറയുമ്പോൾ 729നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 729 into 3 എന്ന് നമുക്ക് എഴുതാം. സോ ദാറ്റ് മീൻസ് 2187 into 1 minus 2/3 the whole raised to n. ഇവിടെ വരെ എഴുതിയാൽ മതി. This is enough. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഫർദർ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഫൈൻഡ് എ GP ഫോർ വിച്ച് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ഇസ് -4. A1ന്റെയും A2ന്റെയും കൂടെ സം എടുത്താൽ നമുക്ക് -4 കിട്ടും. ഫിഫ്ത്ത് ടേം ഈസ് 4 times the third term. അപ്പം A പ്ലസ് ARന്റെ ആൻസർ ആണ് -4. AR raised to 4 എന്ന് പറയുന്നത് 4AR² ആണ്. എന്ന് പറഞ്ഞാൽ എയും ക്യാൻസൽ ചെയ്യാം. R raised to 4 എന്ന് പറയുന്നത് 4R² ആണ്. ഓർ വി ക്യാൻ സിംപ്ലി സേ R² is equal to 4. R²നെ അത് ഒരു സ്റ്റെപ്പ് നമുക്ക് ഇൻ ബിറ്റ്വീൻ എഴുതാം. ഇവിടെ നമുക്ക് R raised to 4/R² equal to 4 എന്ന് എഴുതാം. That means R² is equal to 4. Or we can say R is equal to plus or minus 2. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. +2 ആകാം, -2ഉം ആകാം. R നമുക്ക് രണ്ട് ഓപ്ഷൻ കിട്ടി. ഈ ആറിന്റെ രണ്ട് ഓപ്ഷനും ഉപയോഗിച്ച് നമുക്ക് A കണ്ടുപിടിക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എ GP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ R 2 എടുത്താൽ R നമ്മൾ 2 എടുക്കാൻ വിചാരിക്കാം. R 2 എടുത്താൽ A plus AR എന്ന് പറയുന്നത് -4 ആണ്. A plus 2R എന്ന് പറയുന്നത് -4 ആണ്. 3R is equal to -4. R is equal to -4/3. അപ്പോൾ സോറി A ആണ്, AR ആണ് എടുക്കേണ്ടത്. 2A is equal to -4. 3A is equal to -4. A is equal to -4/3.
അപ്പോൾ എ എന്ന് പറയുന്നത് -4/3. അടുത്ത ടേം -4/3 × 2 -8/3. -8/3 × 2 -16/3. ഇങ്ങനെയാണ് ആ ജി പി മുന്നോട്ട് പോകുന്നത്. ഇനി r = -2 എടുത്തും ജി പി എടുക്കാം. എ എന്ന് പറയുന്നത് എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ആറിന് നമുക്ക് -2 കൊടുക്കുവാണെങ്കിൽ അഗെയിൻ കം ടു ദിസ് ഇക്വേഷൻ. a + ar = -4. a - 2a = -4. -1a = -4. a is equal to -4 by -1. a is equal to 4. a 4 ആണ്, r 2 ആണ് എന്ന് പറയുമ്പോൾ 4, 8, 16, 4, 8, 16 എക്സെട്ര. ഇതാണ് വരുന്ന ജി പി. സോറി 6 -2 ആയിരുന്നു അല്ലേ. അപ്പം 4 -8 -8 × -2 16 അങ്ങനെയാണ് ജി പി പോകുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തോണേ. 6 ഞാൻ 2 എടുത്ത പെട്ടെന്ന് 6 -2 ആയിരുന്നു എടുക്കുന്നത് കേട്ടോ. ഓക്കെ, so this is question number 16. Now coming to question number 17. If the 4th, 10th and 16th terms of a GP are x, y, z respectively, prove that x, y, z are in GP. നമുക്ക് നോക്കാം x, y, z are in GP ആണോ എന്ന്. അപ്പോ A4 എന്ന് പറയുന്നതാണ് x, A10 എന്ന് പറയുന്നതാണ് y, A16 എന്ന് പറയുന്നതാണ് z. A4 എന്ന് പറഞ്ഞാൽ AR³ ആണ്, അതാണ് x. AR⁹9 അതാണ് y. AR⁵15 അതാണ് z. ഇത് APL ആണോ എന്ന് നമുക്ക് നോക്കാം. AR³ AR⁹9 AR⁵15. നമുക്ക് ആദ്യം A2/A1 ചെയ്യാം. A2/A1 ചെയ്യുമ്പോൾ AR⁹9/AR³ എന്ന് വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ R⁶6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി A3/A2 ഒന്ന് ചെയ്ത് നോക്കാം. AR⁵15/AR⁹9 എന്ന് വരും. അവിടെയും സെയിം ആൻസർ R⁶6. സോ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് R⁶6 ആണ്. സോ വി ക്യാൻ സേ x, y, z are in GP. നോട്ട് ചെയ്യാം, x, y, z are in GP. ഇനി നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻസിനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതേ ഒരു സിമിലർ പ്രോബ്ലം നിങ്ങൾക്ക് എക്സാമ്പിളിലും കാണാം. എക്സാമ്പിളിലുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യനിലെ ഇവിടെ 18th ക്വസ്റ്റ്യനിലെ പ്രോബ്ലം നമുക്കിപ്പോൾ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 18. അവിടെ പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദ സീക്വൻസ് 8, 88, 8, 88 ഇങ്ങനെ പോകുന്നതാണ്. ഇതൊരു പാറ്റേൺ ഉള്ള സീക്വൻസ് ആണ്. നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ജി പി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്കിവിടെ n ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കിതിനെ ഇങ്ങനെ പറയാം. SN എന്ന് പറയുന്നത് 8 + 88 + 888 + ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം. AN വരെ മുന്നോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ANയുടെ തൽക്കാലം എഴുതുന്നില്ല, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ടേം കൂടെ എഴുതിയേക്കാം. എയ്റ്റിനെ നമ്മൾ കോമൺ എടുത്താൽ അകത്ത് എന്ത് വരുമെന്ന് നോക്കാം. അകത്ത് നമുക്ക് 1 + 11 + 111 + 1111 എന്നായിരിക്കും പോവുക. ഇനി ഇതിനെ തന്നെ നമ്മളൊരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഈ 9നെ നമുക്ക് അകത്തേക്ക് എടുക്കാം. 9നെ അകത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഔട്ട്സൈഡിൽ 8/9, അകത്ത് 9 + 99 + 999 + 9999 എന്നായിരിക്കും പോവുക. എന്തിനാണ് നമ്മൾ ഇങ്ങനെ എടുത്തത് എന്നൊരു സംശയം തോന്നാം. അങ്ങനെ എടുത്തതിന്റെ പർപ്പസ് ഇതാണ്. ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? 8/9 ഈക്വൽ ടു ഇവിടെ 8/9 ഇൻറ്റു 10 - 1 പ്ലസ് 100 - 1 പ്ലസ് 1000 - 1 പ്ലസ് 10,000 - 1. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നുകൂടി നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. 10 - 1 പ്ലസ് 10² - 1
plus 10 cube minus 1 plus 10 raised to 4 minus 1 plus etc. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 8/9, 10 ഉണ്ട്, 10 സ്ക്വയർ ഉണ്ട്, 10 ക്യൂബ് ഉണ്ട്. ഇങ്ങനെ പോവാണ്. 10 raised to n വരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടോ മൈനസ് ഇടുക. -1 -1 -1 ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. എത്ര -1 ഉണ്ടാവും? n -1s are there. കാരണം n ടേംസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 8/9 ഇൻറ്റു ഇത് നാം മുന്നേ പറഞ്ഞതുപോലെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആയി 10 plus 10 square plus 10 cube plus etc. -1 into n എന്ന് പറയുന്നത് -n. ഇനി നമുക്ക് 10 10 square 10 cube എന്താണ് എന്നുള്ളത് എടുക്കണം. 10 10 square 10 cube അത് ഞാൻ ഇവിടെ റബ്ബ് ചെയ്തിട്ട് എഴുതാവേ. അതൊരു ജി പിയിലേക്ക് വന്നു. അതിന്റെ എ എന്ന് പറയുന്നത് 10 ആണ്. നമ്മൾ മുന്നേ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. എ എന്ന് പറയുന്നത് 10 ആണ്, ആർ എന്ന് പറയുന്നത് 10 തന്നെ. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ കൊടുക്കാം? 8/9 ഇൻറ്റു എ r raised to n minus 1 by r minus 1 എന്ന് പറഞ്ഞാൽ 10 minus 1 9 minus n. അപ്പോൾ ഈ 9നെ നമുക്കൊന്ന് LCM എടുക്കാം. 9നെ LCM എടുക്കുമ്പോൾ 8/9 ഇൻറ്റു 10 raised to n minus 1 minus 9n by 9 വരും. ഈ 9നെ നമുക്ക് വെളിയിലെടുക്കാം. 8/81 ഇൻറ്റു 10 ഇൻറ്റു 10 raised to n 10 raised to n plus 1 minus 10 minus 9n എന്നാണ് വരിക. 10 raised to n plus 1 minus 10 minus 9n. ഓക്കെ. ഇങ്ങനെ എടുത്താലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് LCM എടുത്ത സ്റ്റെപ്പ് ചെയ്തെല്ലാം വലുതായി പോവാണ്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ സോൾവ് ചെയ്യാം. ഈ 8/9നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 80/81 ഇൻറ്റു 10 raised to n minus 1 മൈനസ് 810/9. ഇവിടം വരെ എഴുതിയാലും മതി. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോൾവിങ് ആണ്. ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ എക്സാമ്പിളുണ്ട്, അതും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 20 പറയുന്നത് ഷോ ദാറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ദ കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദ സീക്വൻസ് A, AR, AR square, etc. AR raised to n minus 1 and A, AR, AR square, AR raised to n minus 1 form a GP and find the common ratio. Okay. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് ടേംസിന്റെ പ്രോഡക്റ്റ്. കറസ്പോണ്ടിങ് ടേംസ് പറഞ്ഞാൽ ഫസ്റ്റ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഇതൊരു ജി പി ആണോ? ജി പി ആണെങ്കിൽ കോമൺ റേഷ്യോ. ജി പി ആണെങ്കിൽ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജി പി ആണോ എന്ന് കണ്ടുപിടിക്കാനും കോമൺ റേഷ്യോ തന്നെ ഉള്ളൂ. A1 A2 A3 A2/A1 എടുത്ത് നോക്കാം. AR by AR, ARഉം സോറി എ ആണ്. AR by എയും കട്ട് ചെയ്യാം, എയും കട്ട് ചെയ്യാം, പോയിട്ട് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ, അതാണ് കോമൺ റേഷ്യോ. ഇനി A3/A2 എടുത്ത് നോക്കാം. A3 എന്ന് പറയുന്നത് AR സ്ക്വയർ ബൈ AR. എയും കട്ട് ചെയ്യാം, ആർ സ്ക്വയറും ആറും പോവും, എയും പോവും, ആർ സ്ക്വയറും ആറും പോവും, പോയിട്ട് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ. രണ്ടിടത്തും കോമൺ റേഷ്യോ ആയിട്ട് വരുന്ന RR തന്നെ. സോ വി ക്യാൻ സേ ദിസ് ഇസ് ഇൻ GP. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്കാണ് വരുന്നത്. 26ൽ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഇൻസേർട്ട് 2 നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 81. 3ക്കും 81നും ഇടയിൽ നമ്മൾ 2 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. സോ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് ഇൻ GP. ഇവിടെ A എന്ന് പറയുന്നതാണ് 3, 81 എന്താന്ന് പറയാമോ? A4 ആണ്. A4ന്റെ ഇക്വേഷൻ നമുക്കറിയാം AR ക്യൂബ് ആണ്. AR ക്യൂബിന്റെ ആൻസർ ആണ് 81.
A എന്ന് പറയുന്നത് 3 ആണ്. സോ 3 r ക്യൂബ് ആണ് 81. r ക്യൂബ് എന്ന് പറയുന്നത് 81/3 ആണ്. 81/3 എന്ന് പറയുന്നത് 27 ആണ്. r ക്യൂബ് 27 ആണെങ്കിൽ r is 3. സോ r 3 ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം 3, 9, 27, 81. അവിടെ എ പിയുടെ കേസിൽ നമ്മൾ ആഡ് ചെയ്യായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 3 9, 9 into 3 27. ദെൻ ആ 27നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് 81 കിട്ടും. സോ ഇത്രയാണ് എക്സസൈസ് 9.3ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ടു n ടേംസ് ഓഫ് സം സ്പെഷ്യൽ സീരീസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീരീസ് തരും. അതിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട നമ്മുടെ പ്രീ നോളജ് എന്ന് പറയുന്നത് ഒന്ന് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം 1 2 3 എന്ന് തുടങ്ങുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ n വരെ സം ചെയ്താലുള്ള ആൻസർ എന്താണ്? n into n plus 1/2 ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ ഇതേ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ സം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ n സ്ക്വയർ വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ n into n plus 1 into 2n plus 1/6 ആണ്. ഇത് ക്യൂബിന്റെ കേസിലാണെങ്കിലോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് അങ്ങനെ n ക്യൂബ് വരെ സം ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ n into n plus 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. ഈ 3 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 നമുക്ക് ഈ സെറ്റ് ഓഫ് പ്രോബ്ലം ചെയ്യാൻ വളരെ ആവശ്യമാണ് കേട്ടോ. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ നമുക്കൊരു സീരീസ് ആണ് തരിക എപ്പോഴും. ആ സീരീസിൽ നിന്ന് നമ്മൾ അതിന്റെ സം ടു n ടേംസ് എടുക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ആദ്യത്തെ സീരീസ് നമുക്ക് തന്നിരിക്കുന്ന ഇതാണ് 1 into 2 plus 2 into 3 plus 3 into 4 plus 4 into 5 plus etc. സം ഓഫ് n ടേംസ് ആണ് ചോദ്യം. n ടേംസിന്റെ സം എന്തായിരിക്കും എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഇതൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ഇതാണ്, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. ഇങ്ങനെയാണ് ടേം പോകുന്നത്. ടേമിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് പ്ലസ് ആണ് സീരീസിന്റെ കേസിൽ എന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് A1 ഒന്ന് എഴുതാം. A1 എന്ന് പറയുന്നത് 1 into 2, A2 എന്ന് പറയുന്നത് 2 into 3, A3 എന്ന് പറയുന്നത് 3 into 4, A4 എന്ന് പറയുന്നത് 4 into 5. ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഈ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് എന്തായിരിക്കും an എന്നൊന്ന് ആലോചിച്ച് നോക്കാം. an എന്ന് പറയുന്നത് n into n plus 1 ആയിരിക്കില്ലേ? ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഈ സീരീസ് നമ്മൾ മുന്നിലേക്ക് എഴുതിയാൽ അവിടെ an എന്ന് പറയുന്നത് n into n plus 1 ആയിരിക്കും. അതുവരെയുള്ള സം ആണ് നമ്മുടെ ചോദ്യം. അതിനുവേണ്ടി നമ്മൾ ഒരു ജനറൽ ടേം ആയിട്ട് കെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കെ എന്ന് പറയുന്നത് അപ്പം k into k plus 1 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ജനറൽ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇനി നമ്മൾ Sn എടുക്കാൻ പോവാണ്. Sn എന്ന് പറയുന്നത് സിഗ്മ k is equal to 1 to n ഈ k into k plus 1 ആണ്. k into k plus 1 നമുക്ക് ഒന്നോടെ k square plus k എന്ന് എഴുതി കൂടെ, k square plus k. അപ്പോൾ ഇതിനെ 1 മുതൽ n വരെ സം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ Sn എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനറൽ ടേം എടുത്തു an, അതിൽ തന്നെ കെയുടെ ടേംസിലാക്കി, കെയുടെ ടേംസിൽ എടുത്തിട്ട് നമ്മൾ 1 to n സം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ സമ്മേഷൻ കിട്ടിയാൽ എന്ത് ചെയ്യണം? ആ സ്റ്റെപ്സ് പ്രത്യേകം ഓർക്കുക. ഇവിടെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. k is equal to 1 to n k square plus sigma k is equal to 1 to n k. ഇവിടെ k സ്ക്വയർ, ഇവിടെ നമ്മൾ 1 തൊട്ട് n വരെ ഒന്ന് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവോ? നോക്കിയാൽ നമുക്ക് കിട്ടുക 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് n സ്ക്വയർ എന്നായിരിക്കില്ലേ? അതുപോലെ ഇവിടെ ചെയ്ത് നോക്കുവാണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്നും ആയിരിക്കും. ഇത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു തന്ന ആ ടൈപ്പിലുള്ളതാണ്. ഇതെന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടിരുന്നു n into n plus 1 into 2n plus 1/6. അതുപോലെ ഇതിന്റെ ആൻസറോ n into n plus 1/2. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2n into n plus 1 into 2n plus 1/6
sorry, by 6 അല്ല, plus 6n into n plus 1 the whole divided by 12, 6 into 2. ഇനി നമുക്ക് ഇവിടെ ഈ 2n into n plus 1 കോമൺ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് കോമൺ എടുക്കാൻ നോക്കുക, മാക്സിമം കോമൺ എടുക്കാം. 2n into n plus 1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2n plus 1 ഉണ്ട്, പ്ലസ് ഇവിടുന്ന് n plus 1 കോമൺ എടുത്തു, 2n കോമൺ എടുത്തു, പോയിട്ട് ഇവിടെ ഒരു 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 12. അത് ഞാൻ ഇവിടെ കൊടുക്കണേ. ബാക്കി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. Sn is equal to ഈ 2ഉം 12ഉം കട്ട് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പൊ n into n plus 1 by 6. ഇതിനകത്ത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 2n plus 4 അല്ലെ, അപ്പൊ 2n plus 4 the whole divided by 6 എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. Snന്റെ സം എന്താണ്? സോറി, Sn എത്രയാണ്? n into n plus 1 into 2n plus 4 by 6. അപ്പോൾ ഇവിടെ വരെ നമ്മുടെ സീരീസിനെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ നമ്മൾ എന്തിന്റെ സമ്മേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ദെൻ അത് നമ്മൾ കൊടുത്ത് സോൾവ് ചെയ്യുന്ന പാർട്ടാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. കാണിച്ചു തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സം ഇതാണ്. 1 into 2 into 3 plus 2 into 3 into 4 plus 3 into 4 into 5 plus etc. Sn ആണ് എഗെയിൻ ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ Sn ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 1 into 2 into 3, രണ്ടാമത്തത് 2 into 3 into 4, മൂന്നാമത്തതോ 3 into 4 into 5. നമുക്കത് ജസ്റ്റ് ഒന്ന് എഴുതാം. എഴുതുമ്പോൾ ക്ലാരിഫിക്കേഷൻ വരും. A1 എന്ന് പറയുന്നത് 1 into 2 into 3, A2 എന്ന് പറയുന്നത് 2 into 3 into 4, A3 എന്ന് പറയുന്നത് 3 into 4 into 5. ഇത് ഇതുപോലെ നമ്മൾ ഇതേ പാറ്റേണിൽ എഴുതി വരുവാണെങ്കിൽ എന്തായിരിക്കും an? ചിന്തിച്ചു നോക്കാം. n into n plus 1 into n plus 2 ശരിയാണോ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. n into n plus 1 into n plus 2. ഇതുപോലെ നമ്മൾ km എഴുതുക. k into k plus 1 into k plus 2. ഇവിടെ നമ്മൾ ഈ k മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. k സ്ക്വയർ പ്ലസ് k into k plus 2. എഗെയിൻ ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. k സ്ക്വയർ into k, k ക്യൂബ്, k സ്ക്വയർ into 2, 2k സ്ക്വയർ, k into k, k സ്ക്വയർ, k into 2, 2k. അപ്പൊ എന്ത് വന്നു നോക്കി, k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 2k. ഇവിടെ നമ്മൾ ആ ബ്രാക്കറ്റ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ഈ സ്റ്റെപ്പിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ സമ്മേഷനിലേക്ക് പോകേണ്ടത്. ഇനി നമുക്ക് Sn എന്ന് എഴുതി നോക്കാം. Sn എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സിഗ്മ k is equal to 1 to n, ഈ ജനറൽ ടേം ആയിരിക്കും k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 2k. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഓരോന്നിനും സമ്മേഷൻ കൊടുക്കണം. എങ്ങനെയാണ്? സിഗ്മ k is equal to 1 to n k ക്യൂബ് പ്ലസ് സിഗ്മ k is equal to 1 to n 3k സ്ക്വയർ പ്ലസ് സിഗ്മ k is equal to 1 to n 2k. ഇനി നമ്മൾ ഓരോന്നും കൊടുക്കാൻ പോവാണ്. ഇത് k ക്യൂബ്, അപ്പൊ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് അങ്ങനെ പോവാണ്. അതിന്റെ എനിക്കറിയാം n into n plus 1 by 2 the whole cube. ഇത് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് സോറി ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 3 ഉണ്ട്, 3 അവിടെ നിന്നോട്ടെ. k സ്ക്വയർ എന്ന് പറയുന്നതോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെ പോവാണ്. അപ്പോൾ n into n plus 1 into 2n plus 1 by 6 പ്ലസ് ഇവിടെ എന്ത് വരും? 2 അവിടെ നിൽക്കട്ടെ, n into n plus 1 by 2 എന്ന് നമുക്ക് കിട്ടും. സോ ഇനി നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ 2നെയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈ 3നെയും 6നെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വരുമ്പോ n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 the whole സ്ക്വയർ ബൈ 4 എന്നാകും. പ്ലസ് n into n plus 1 into 2n plus 1 by 2 പ്ലസ് n into n plus 1. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൽസിയം എടുക്കാം. നമുക്ക് ഒരു സ്റ്റെപ്പ് എൽസിയം എടുത്തുകൂടെ ചെയ്യാം. മേളിൽ റബ് ചെയ്യണേ, പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തോളാം. എങ്ങനെ നമുക്ക് എൽസിയം എടുക്കാൻ നോക്കാം.
Sn is equal to, ഇവിടെ നമുക്ക് 4നെ LCM ആയിട്ട് എടുക്കാം. 4നെ LCM ആയിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ ടേമിന് മാറ്റമില്ല, n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്, 2ഉം 4 കട്ട് ചെയ്തിട്ട് 2 ആവും. അപ്പം 2n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 പ്ലസ് 4n ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് നമുക്ക് എന്തിനെ കോമൺ എടുക്കാം എന്ന്. ഈ 3 ടേംസിൽ നിന്നും എന്തിനെ കോമൺ എടുക്കാം? കോമൺ എടുക്കാൻ പറ്റുന്നത് n ഇൻറ്റു n പ്ലസ് 1നെയാണ്. n ഇൻറ്റു n പ്ലസ് 1നെ കോമൺ എടുത്താൽ അകത്ത് എന്ത് വരും? ഇവിടെ സ്ക്വയർ ആയിരുന്നു, സോ n ഇൻറ്റു n പ്ലസ് 1 കിട്ടും. ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 പോയാൽ പിന്നെ 2 ഇൻറ്റു 2n പ്ലസ് 1നെ കിട്ടും. ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 പോയാൽ പിന്നെ 4 ആണ് കിട്ടുന്നത്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അകത്തുള്ളവരെ ജസ്റ്റ് ഒന്ന് ഓർഡറിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഒത്തിരി ടേംസ് ആയിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത് നമ്മൾ മാക്സിമം ചുരുക്കി എഴുതുക കേട്ടോ. Sn is equal to n ഇൻറ്റു n പ്ലസ് 1 അവിടെ നിൽക്കട്ടെ. ഈ n ഇൻറ്റു n പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് n സ്ക്വയർ പ്ലസ് n എന്ന് കിട്ടും. ഇത് 4n പ്ലസ് 2 എന്ന് കിട്ടും, പ്ലസ് 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ഒരു n സ്ക്വയർ പ്ലസ് 4n പ്ലസ് n 5n പ്ലസ് 6 ഡിവൈഡഡ് ബൈ 4. ഇത്രയും മതിയാവും, ധാരാളം. അപ്പോൾ ഇതാണ് നമ്മുടെ Snന്റെ ഫൈനൽ ആൻസർ. ഇവിടെ നിന്നും മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് മുന്നോട്ട് ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ക്യൂബിലേക്കൊന്നും 4⁴ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വരെയാണേലും മതി. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അല്പം ഡിഫിക്കൽട്ട് ആണ്, അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു 3 സ്ക്വയർ എക്സെട്ര. ഇത് നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഇവിടെ നിങ്ങൾക്ക് ഒരു 1 2 3 ആണ് അല്ലേ? ഫസ്റ്റ് ടേമിൽ ഒരു 1 2 3, അപ്പൊ ന്യായമായും ഫോർത്ത് ടേമിൽ ഒരു 4 സ്ക്വയർ ഉണ്ടാവും. അത് നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു 1 സ്ക്വയർ 8 എന്ന് പറയുന്നത്, 5 ഇൻറ്റു 1 സ്ക്വയർ 8 എന്ന് പറയുന്നത്, 7 ഇൻറ്റു 3 സ്ക്വയർ, സോറി ഇത് 2 സ്ക്വയർ ആണ്. അപ്പൊ an എന്ന് പറയുമ്പോൾ എന്താണേലും സംതിങ് ഇൻറ്റു n സ്ക്വയർ വരും എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി 3 ഒക്കെ ആയിട്ട് എന്താണ് ഒരു കണക്ഷൻ? അവിടെയാണ് പ്രശ്നം. 3 5 7 അതിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ 2n പ്ലസ് 1 ഒന്ന് ആലോചിച്ച് നോക്കാം. 2n പ്ലസ് 1, അപ്പൊ n-ന് നിങ്ങൾ 1 കൊടുത്താൽ 2 ഇൻറ്റു 1 പ്ലസ് 1 3, n-ന് 2 കൊടുത്താൽ 2 ഇൻറ്റു 2 പ്ലസ് 1 5. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ an എന്ന് പറയുന്നത് 2n പ്ലസ് 1 ഇൻറ്റു n സ്ക്വയർ. എന്താണ് അപ്പോൾ ak? 2k പ്ലസ് 1 ഇൻറ്റു k സ്ക്വയർ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2k ഇൻറ്റു k സ്ക്വയർ 2k ക്യൂബ് പ്ലസ് k സ്ക്വയർ, 2k ക്യൂബ് പ്ലസ് k സ്ക്വയർ. ഇതാണ് നമ്മുടെ ജനറൽ ടേം. ഇനി നമ്മൾ സം ചെയ്യാൻ പോവാണ്. Sn is equal to സിഗ്മ k is equal to 1 to n 2k ക്യൂബ് പ്ലസ് k സ്ക്വയർ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സിഗ്മ k is equal to 1 to n 2k ക്യൂബ് പ്ലസ് സിഗ്മ k is equal to 1 to n k സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു k ക്യൂബിന്റെ സം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് k സ്ക്വയറിന്റെ സമ്മോ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഇനി ഇതിനെ നമ്മൾ സം ചെയ്ത് സോൾവ് ചെയ്യണം. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുക്കുമ്പോൾ 2 n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 4 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. ഇവിടെ ഈ 4ഉം 2ഉം കട്ട് ചെയ്താൽ നമുക്ക് 2 ആക്കാം. LCM എടുക്കാം, അതിനൊരു 3 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3n സ്ക്വയർ ആയി. ഇനി നമുക്ക് ഇതിന് എന്തെഴുതാം? 3n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 the whole divided by 6.
ഇവിടം വരെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെ നമുക്കൊരു n × n+1 കോമൺ പോവും. അങ്ങനെ ഇട്ട് സോൾവ് ചെയ്യാവോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ n × n+1 നമുക്കൊന്ന് കോമൺ എടുത്ത് നോക്കാം. n × n+1 കോമൺ എടുത്തു. അപ്പൊ നമുക്കിവിടെ ഒരു 3 ഉണ്ട്, പിന്നെ ഒരു n × n+1 കൂടി ഉണ്ട്, പ്ലസ് 2n+1 ഉണ്ട്. The whole divided by 6. ഇനി ഇവിടെ നിന്ന് നമുക്ക് പ്രൊസീഡ് ചെയ്താൽ n × n+1 ഇൻറ്റു 3n² + 3n + 2n+1 ഡിവൈഡഡ് ബൈ 6. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതി നിർത്താം. n × n+1 ഇൻറ്റു 3n² + 5n+1 ബൈ 6. ഇത്രയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫർദർ സോൾവ് ചെയ്യണേ ചെയ്യാം. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3 × 8 + 6 × 11 ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതിന്റെ സീക്വൻസിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ. ഇത് A1 എന്ന് പറയുന്നത് 3 × 8, A2 എന്ന് പറയുന്നത് 6 × 11. അപ്പം അത് തന്നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ANന്റെ കേസിലും കണ്ടോ 3 × 1 3 × 2 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 3 × n എന്ന് നമുക്ക് എടുക്കാം, 3n. ഇനി ഇതൊന്ന് നോക്കുക, 3n + 5 3n + 5, യെസ്, 3n + 5 എന്നാണ് ഇതിന്റെ കോമൺ ടൈം വരുന്നത്. 1-2 നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് വെച്ച് നിങ്ങൾ AK എടുക്കുക. AK എന്ന് പറയുന്നത് 3k × 3k + 5. അപ്പൊ ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 9k² + 15k എന്ന് കിട്ടും. 9k² + 15k. അപ്പൊ ഇനി ഇതിന്റെ സമ്മേഷൻ നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് നോക്കുക. സിഗ്മ k = 1 to n 9k² + 15k. ഇതിന്റെ സം തനിയെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമാണ്. k² സം കൊടുക്കുക, kയുടെ സം കൊടുക്കുക, രണ്ടിനെയും 15 9ന്റെയും കാര്യം മറന്നു പോകാതിരിക്കുക. ഇനി നമുക്ക് വേറൊരെണ്ണം ഉള്ളത് ഇതാണ്. 1² + 1² + 2² + 1² + 2² + 3² + എക്സെട്രാ. SN ആണ് നമുക്ക് ചോദ്യം. കണ്ടോ, ഇവിടെ നമുക്കൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യത്തെ ടേമിൽ 1² മാത്രം, രണ്ടാമത്തെ ടേമിൽ 1² + 2², മൂന്നാമത്തെ ടേമിൽ 1² + 2² + 3². അങ്ങനെയാണെങ്കിൽ nth ടേമിലോ 1² + 2² + 3² up to n² ആയിരിക്കില്ലേ? ചിന്തിച്ച് നോക്കുക. ഇതിനെ നമുക്ക് ആദ്യം സോൾവ് ചെയ്താൽ n × n+1 × 2n+1 ബൈ 6 എന്നെഴുതി കൂടെ. ഇത് സം ഓഫ് n ടേംസ് ആണ്, സം ഓഫ് സ്ക്വയർസ് ഓഫ് n ടേംസ് ആണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഇതിനെ നമുക്ക് n² + n × 2n+1 ബൈ 6 ആക്കാം. n² × 2n 2n³, n² × n 2n², n² × 1 n², n × 1 n ഡിവൈഡഡ് ബൈ 6. അപ്പൊ എന്ത് വന്നു? 2n³ + 3n² + n ബൈ 6. ഇവിടുന്ന് k ടേമിലേക്ക് AKയിലേക്ക് നമ്മൾ മാറ്റണം. AK എന്ന് പറയുന്നത് 2k³ + 3k² + k ബൈ 6. ഇനി ഈ kth ടേമിനെയാണ് നമ്മൾ സം ചെയ്യേണ്ടത്. സിഗ്മ k = 1 to n 2k³ ബൈ 6. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എഴുതുവാണേ. സിഗ്മ k = 1 to n 3k² ബൈ 6 പ്ലസ് സിഗ്മ k = 1 to n k ബൈ 6. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് 2 ആയിട്ട് എടുക്കാം, ഇത് 3 ആയിട്ട് എടുക്കാം. ഇനി k³ സം എന്ന് പറയുന്നതോ n × n+1 ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഒരു 1/3 ഉണ്ട്, അത് വിട്ടു പോരുത്. ഇനി സോറി, ഇവിടെ nth ടേം കണ്ടുപിടിക്കാനേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ല, മുന്നോട്ട് ചെയ്യണം കേട്ടോ. പ്ലസ് ഇവിടെ ഒരു 1/2 ഉണ്ട്, അത് വിട്ടുപോരുത്. ബാക്കി n × n+1 × 2n+1 ബൈ 6 വരും. ദെൻ ഇവിടെ ഒരു 1/6 n × n+1 ബൈ 2 വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് LCM ഒക്കെ എടുക്കുക. LCM എടുത്ത് സോൾവ് ചെയ്യുക. ഒരു സ്റ്റെപ്പ് കൂടെ വേണം ഞാൻ ചെയ്യാം.
ഇവിടെ നമുക്ക് ഇതിനെ 1/3 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 4 ആക്കാം. പ്ലസ് ഇത് 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 12 ആക്കാം. ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 12 ആക്കാം. ഇവിടെ നമുക്ക് 12 കിട്ടുമല്ലോ. 4 ഇൻറ്റു 3 ചെയ്താൽ മതി. 4 ഇൻറ്റു 3 എടുക്കുമ്പോൾ ഇവിടെയും 12 ആയി. കോമൺ ആയി. ഇനി n ഇൻറ്റു n പ്ലസ് 1 നമുക്ക് കോമൺ എടുക്കാം. Sn is equal to n into n plus 1 by 12നെ നമുക്ക് കോമൺ എടുക്കാം. ബാക്കി എന്ത് വരും നോക്കാം. അകത്ത് ആദ്യം ഒരു n into n plus 1, പിന്നെ ഒരു 2n plus 1, പിന്നെ ഒരു 1 അല്ലേ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. n into n plus 1 by 12 ബ്രാക്കറ്റിനകത്ത് n സ്ക്വയർ പ്ലസ് n പ്ലസ് 2n പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും. അപ്പൊ എന്തായി? n into n plus 1 by 12 into n square plus 3n plus 2. n square plus 3n plus 2. This is enough. ഇവിടെ വരെ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്കതിന്റെ ഐഡിയ മനസ്സിലാകുന്നുള്ളതാണ്. പിന്നെ ചില പാറ്റേൺ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഇസ് എ ഫാക്ട്. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് സം ടു n ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് an തരും. അതായത് an തന്നിട്ടുണ്ടാവും. an is equal to n into n plus 1 into n plus 4. Find the sum of n terms എന്ന് പറഞ്ഞാൽ Sn ആണ് ചോദ്യം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആണ്. an വരെയുള്ള ടേംസിന്റെ സം നമ്മൾ എടുത്താൽ മതി. ആദ്യം ഈ an-നെ നമുക്കൊന്ന് ak ആക്കാം. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 4 ആയി. ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനിലല്ല നിൽക്കേണ്ടത്, പകരം ഒരൊറ്റ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്തെടുക്കണം. അപ്പൊ k സ്ക്വയർ പ്ലസ് k ഇൻറ്റു k പ്ലസ് 4. അപ്പൊ എന്തായി? k ക്യൂബ് പ്ലസ് 4k സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് 4k. അപ്പോൾ k ക്യൂബ് പ്ലസ് 5k സ്ക്വയർ പ്ലസ് 4k എന്ന് വരും. ഇനി ഈ ak-നെ സം ചെയ്യുക. Sn is equal to സിഗ്മ k is equal to 1 to n k cube plus 5k square plus 4k. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ചുകൂടെ ഡയറക്റ്റ് ആണ്. നമ്മൾക്ക് കഷ്ടപ്പെട്ട് an കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. an is already given. അപ്പൊ ഇവിടെ ക്യൂബിന്റെ കൊടുക്കുക, 5k സ്ക്വയർ കൊടുക്കുക, 4k കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്തേണ്ട ആൻസർ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. n into n plus 1 ഒക്കെ കോമൺ എടുക്കാൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ ഇതാണ്. 23n plus 34 കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ആൻസർ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കുക. ഇനി an ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് കുറച്ചുകൂടെ ഡയറക്റ്റ് ആണ്. an is equal to n സ്ക്വയർ പ്ലസ് 2n. നമുക്ക് ak എഴുതാം. ak എന്ന് പറയുന്നത് k സ്ക്വയർ പ്ലസ് 2k. ഒന്നും ചെയ്യാനല്ല, നമുക്ക് ഡയറക്റ്റ് സം ചെയ്താൽ മതി. Sn എന്ന് പറയുന്നത് സിഗ്മ k is equal to 1 to n k സ്ക്വയർ പ്ലസ് 2k എന്ന് പറഞ്ഞാൽ സിഗ്മ k is equal to 1 to n k സ്ക്വയർ പ്ലസ് സിഗ്മ k is equal to 1 to n 2k എന്ന് പറയുമ്പോഴോ k സ്ക്വയറിന്റെ n into n plus 1 into 2n plus 1 by 6 plus n into n plus 1 by 2. ഇതിനെ നമുക്ക് LCM എടുക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ രണ്ടിലും 6 ആയി. ഇനി ഒരു n into n plus 1 by 6നെ നമുക്ക് കോമൺ എടുത്താൽ 2n plus 1 പ്ലസ് ഒരു 3n plus 3 ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇച്ചിരി സ്കിപ്പ് ചെയ്ത് എഴുതിയേക്കുന്നത്. അപ്പൊ ആൻസർ കിട്ടുന്നത് n into n plus 1 into 5n plus 4 by 6. സ്റ്റെപ്പ് ഇത്തിരി സ്കിപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് തനിയെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. an is equal to 2n minus 1 the whole square. ഇതിനെ നമുക്ക് ak ആക്കാം. ak is equal to 2k minus 1 the whole square ആക്കാം. അന്നേരം നമുക്ക് ഇതിനെ 2k സ്ക്വയർ മൈനസ് 2k into 1 into 2 4k plus 1 എന്നാക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. അപ്പൊ അവസാനം ഒരു 1 കൂട്ടാൻ ഓർത്തോണേ. 1ന്റെ കാര്യം വിട്ടുപോകരുത്. അവിടെ k ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 തന്നെ, അത് കുഴപ്പമില്ല. പക്ഷെ 1 അവസാനം കൂട്ടാൻ മറന്നു പോകരുത്.
അപ്പോൾ ഒരു സ്റ്റെപ്പോടെ എഴുതി തന്നേക്കാം. സിഗ്മ k is equal to 1 to n 2k square plus sigma k is equal to 1 to n plus അല്ല മൈനസ് ആണ് 4k plus sigma k is equal to 1 to n 1. അപ്പോൾ ഇതിനെ നമുക്ക് 2 into n into k into k plus 1 into 2k plus 1 by 6 ആക്കാം. സോറി n ആണ് n ആണല്ലോ നമ്മുടെ സം. n into n plus 1 into 2n plus 1 by 6 minus 4 into n plus 1 by 2 plus 1. ഇവിടെ ജസ്റ്റ് ഒരു പ്ലസ് 1 കൊടുക്കാൻ മറന്നു പോരുന്നതാണ്. ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് 3 ആക്കാം. ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. പിന്നെ നിങ്ങൾക്ക് LCM എടുക്കണം 3 ആയിട്ട്. LCM 3 ആയിട്ട് എടുക്കുമ്പോഴോ n into n plus 1 2n plus 1. ഇവിടെ ഡിവിഷന് 3 ഉണ്ട്. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6n into n plus 1 ആയി. പിന്നെ ഒരു 3 കൂടെ കൊടുക്കുക അല്ലേ, ഡിവൈഡഡ് ബൈ 6. ഇവിടെ ഒരു 3 കൂടെ ഉണ്ട്. അപ്പൊ എന്തായി? ഇനി n into n plus 1 ഒന്ന് കോമൺ എടുക്കാം. ബൈ 6നെ കോമൺ എടുക്കാം. അകത്ത് 2n plus 1 പിന്നെ മൈനസ് 6 പിന്നെ ഒരു 3. അവിടെ നിന്ന് കോമൺ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ, കോമൺ അവിടെ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവേ. അപ്പൊ ആ രണ്ട് ടേംസിന്റെ എടുത്താൽ മതി, കാണിച്ചു തരാം. ഇതിനെ നമുക്ക് n ഇൻറ്റു ഇവിടെ 2 ഉണ്ട്, 2n ഇൻറ്റു n plus 1 ഇൻറ്റു 2n plus 1 by 6 ആക്കാം. മൈനസ് 4 ഇൻറ്റു n plus 1 by 2 ആക്കാം. പ്ലസ് 1. ഈ പ്ലസ് 1 അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നോട്ടെ. ബാക്കി ഇവിടെ ഇതിനെ നിങ്ങൾ LCM എടുക്കാം. ഇതിനെ നമുക്കൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും 3 ആക്കാം. ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തേക്കാം. 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 ആയി, 2ഉം ഇതും കട്ട് ചെയ്താൽ 3 ആയി. അപ്പോൾ ഇനി ഒരു 3 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മളൊരു 3 കൊടുക്കുന്നു, ഇവിടെയും 3 കൊടുക്കുന്നു. അപ്പൊ ഇത് 6 ആയി നോക്കാം. അപ്പൊ എന്ത് വന്നു? n ഇൻറ്റു n plus 1 2n plus 1 മൈനസ് 6n ഇൻറ്റു n plus 1 by 6 plus 1. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് n ഇൻറ്റു n plus 1 by 6നെ കോമൺ എടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേനും ആദ്യം ഒരു 2n plus 1 കിട്ടും, മൈനസ് ഒരു 6ഉം കിട്ടും. ഇവിടെ ഒരു പ്ലസ് 1ഉം ഉണ്ട്, ഓർത്തോണം. അപ്പോൾ n ഇൻറ്റു n plus 1 by 6 ഇൻറ്റു 2n മൈനസ് 5 പ്ലസ് 1. അപ്പോൾ n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 2n മൈനസ് 5 the whole divided by 6 plus 1. ഇതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2n ക്യൂബ് പ്ലസ് മൈനസ് 5n സ്ക്വയർ plus 2n square minus 5n by 6 plus 1. പ്ലസ് 1നെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഇനി ബാക്കി എഴുതുമ്പോഴോ 2n ക്യൂബ് മൈനസ് 3n സ്ക്വയർ മൈനസ് 5n by 6 plus 1. ഇനി നമുക്ക് ഇതിനെ LCM എടുത്ത് നോക്കാം. 6 ആയി. അപ്പൊ എന്ത് വന്നു? 2n ക്യൂബ് മൈനസ് 3n സ്ക്വയർ മൈനസ് 5n പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. ഇവിടെ നമുക്ക് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് n ഡയറക്റ്റ് തന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം, n തരാത്ത പ്രോബ്ലംസ് ഉണ്ടാകാം. 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ചെയ്യുക. an is equal to n into n plus 3 ഹോംവർക്ക് ചെയ്ത് നോക്കുക. അതുപോലെ AK ഡയറക്റ്റ് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. AK is equal to 5k plus 1. ഇത് ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ചെയ്യുക. 1, 2. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് 5 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എക്സെട്ര പ്ലസ് 20 സ്ക്വയർ? സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 5 സ്ക്വയറിനാണ്.
അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാമെന്ന് നോക്കി. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ നമ്മൾ 20 സ്ക്വയർ വരെ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഈ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇങ്ങനെ മൈനസ് ചെയ്താൽ പോരെ? ആദ്യത്തെ 20 ടേംസിന്റെ സം എടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? n into n plus 1 into 2n plus 1 by 6 എന്നാണ്. അപ്പൊ അതിവിടെ കൊടുക്കുകയാണെങ്കിൽ 20 into 20 plus 1 into 40 plus 1 by 6. ഇവിടെയോ 4 into 4 plus 1 into 8 plus 1 by 6. അപ്പൊ എന്തായി? 20 into 21 into 41 by 6 minus 4 into 5 into 9 by 6. 4 into 5 into 9 by 6. ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ 2840. ഇനി വൺ ലാസ്റ്റ് പ്രോബ്ലം. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ആണ്, ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ nth ടേം എന്ന് പറയുന്നത് 1 by n into n plus 1 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. ഈ 1 by n into n plus 1 വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തു പോയാൽ നമുക്കൊരു അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഈ 1 by n into n plus 1 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? 1 by n മൈനസ് 1 by n plus 1. ശരിയാണോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം n plus 1 മൈനസ് n ഡിവൈഡഡ് ബൈ n into n plus 1 വരും. അത് 1 ആവും. ഇത് നമുക്ക് ഉപയോഗമാണ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ ടേമിനെ a1നെ നമുക്ക് 1 by 1 മൈനസ് 1 by 2 എന്നാക്കാം. a2 എന്ന് പറയുന്നത് 1 by 2 മൈനസ് 1 by 3 ആണ്. a3 എന്ന് പറയുന്നത് 1 by 3 മൈനസ് 1 by 4 ആണ്. ഇങ്ങനെ മുന്നോട്ട് പോകും. എന്തിനാണ് ഇങ്ങനെ എഴുതിയതിന്റെ ഗുണം? നമുക്കിനി a1 പ്ലസ് a2 ഒക്കെ എന്ന് എടുത്ത് നോക്കാം. a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര പ്ലസ് an എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 by 1 മൈനസ് 1 by 2 പ്ലസ് 1 by 2 മൈനസ് 1 by 3. അടുത്ത ടേം ഓർത്തിരുന്നോണേ. പ്ലസ് 1 by 3 മൈനസ് 1 by 4. ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ ടേമിൻ്റെത് രണ്ടാമത്തെ ടേമുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോവാണ്, 0 കിട്ടും അല്ലെ? ഇതിങ്ങനെ മുന്നോട്ട് പോയി അവസാനം നമുക്ക് 1 by n മൈനസ് 1 by n plus 1 വരാം. ഈ ടേം തൊട്ട് ഈ ടേം വരെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 1 by 1 മൈനസ് 1 by n plus 1 ആയിരിക്കും കിട്ടുക. അതായത് n plus 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n plus 1 എന്ന് പറഞ്ഞാൽ n by n plus 1 ആണ് ഇതിന്റെ ആൻസർ. സം ടു n ടേംസ്. അപ്പൊ ഇത് സ്പെഷ്യലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ.